Hello, good evening everyone. The voice clear അല്ലേ? Yes, clear ആണ്. Okay. Good evening everyone. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫസ്മിന. എൻ്റെ സ്വദേശം മലപ്പുറമാണ്. ഞാൻ വിംബിൾ അക്കാദമിയുടെ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സിലെ 20ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് കൂടിയാണ്. നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് വിംബിൾ അക്കാദമി നടത്തി വരുന്ന ട്രെയിനേഴ്സ് ടോക്കിലാണ്. ഇവിടെ വന്ന് വിവിധ വിഷയങ്ങളിൽ നമ്മളോട് സംസാരിക്കുന്നവരൊക്കെ തന്നെയും വിംബിൾ അക്കാദമിയുടെ പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ തന്നെയാണ്. നമുക്കറിയാം, ഇന്നത്തെ ലോകത്ത് നമുക്ക് സ്വയം നവീകരിക്കപ്പെടാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ അവരുടെ ജീവിത യാത്രയിൽ സഹായിക്കാനും അവർക്കൊരു വെളിച്ചമായിക്കൊണ്ട് കൂടെ നിൽക്കുന്നതിനൊക്കെ ഒരു ട്രെയിനർക്ക് വളരെയധികം പങ്കുണ്ട്. ഒരു നല്ല മനുഷ്യനായിക്കൊണ്ട് ഒരു നല്ല ട്രെയിനർ ആവുക എന്നത് നമ്മുടെ ഇന്നത്തെ ലോകം നിരന്തരമായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് എവിടെ നിന്ന് എടുക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളൊക്കെ നമ്മൾ പറയുന്ന വ്യക്തിയും പറയുന്ന കാര്യവും എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് നമ്മളൊക്കെ എപ്പോഴും നോക്കില്ലേ? അത്തരത്തില് 100% നീതി പുലർത്തിക്കൊണ്ട് വരുന്ന ട്രെയിനേഴ്സിന് എല്ലാവിധ സപ്പോർട്ടും നൽകുന്നു എന്നുള്ളതാണ് വിംബിൾ അക്കാദമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഫൈസൽ സാർ എന്ന് പറയാറുണ്ട്, നമ്മളടുത്തേക്ക് നമ്മളെയും പ്രതീക്ഷിച്ച് വരുന്ന ഒരാൾ 80% പ്രതീക്ഷിച്ച് വരുന്ന ഒരാളാണെങ്കിൽ 100% കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. വിംബിൾ അക്കാദമിയിൽ വരുന്ന ഒരാൾക്ക് കോഴ്സ് ചെയ്യുന്ന ഒരാൾക്ക് 110% കൊടുക്കാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ പ്രത്യേകത. സിസ്റ്റമാറ്റിക് സിലബസുകളും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷൻസും ഒക്കെ നൽകിക്കൊണ്ട് ഒരു ട്രെയിനർക്ക് വേണ്ടത് അവസരങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള ഒരുപാട് അവസരങ്ങൾ വിംബിൾ അക്കാദമിയും ഫൈസൽ സാറും ജഡ്സും മാമും എല്ലാവരും നൽകുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർ നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്നത്തെ വിഷയം എല്ലാവരും ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്നതാണ്. നമുക്കറിയാം, നമ്മളൊക്കെ ജീവിക്കുന്ന ഇന്നത്തെ ഡിജിറ്റൽ വേൾഡില് നമ്മുടെ ഡിജിറ്റൽ ഡിവൈസിനൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയതും അതിനനുയോജ്യമായ ഒരാൾ തന്നെയാണുള്ളത് ഷംസീന മൻസൂർ മാം. മാം ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ടീനേജേഴ്സിനിടയിലെ വിവിധ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു ലൈഫ് കോച്ച് കൂടിയാണ്. മാമിനെ വളരെ സ്നേഹത്തോടെ ഈ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പരിപാടി സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓവർ ടു യു ഷംസീന മാം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Am I audible? Yes, audible. Okay, thank you. Thank you, Fasmina ma'am, for the warm welcome. Assalamu alaikum, നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷംസീന മൻസൂർ. ഫസ്മിന മാം വളരെ ഭംഗിയായി തന്നെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിവിടെ താമസിക്കുന്നത് ഖത്തറിലാണ്, നാട്ടിലെ മലപ്പുറം. ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും പിന്നെ ടീനേജേഴ്സിൻ്റെ വിവിധ സൈക്കോളജിക്കൽ ഇഷ്യൂസും കൈകാര്യം ചെയ്ത് ഒരു കൗൺസിലിംഗ് മേഖലയിൽ
നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരിക്കും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹലോ, ഹലോ, ജാസ്മിൻ മാം. യെസ് ഓഡിബിൾ ആണ് മാം. ഓക്കെ, സോറി, എനിക്കൊരു ഇൻട്രപ്ഷൻ വന്നതാണ്. നെറ്റ് അല്പം അൺസ്റ്റേബിൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. സോ നമ്മളുടെ ഇന്നത്തെ വിഷയം ഡിജിറ്റൽ ഡിറ്റോക്സിഫിക്കേഷൻ എന്നതാണ്. മാം, ക്യാൻ ഐ ഷെയർ ദ PPT? ഓക്കെ, ചെയ്യാം മാം. ഷെയറിംഗ് ഈസ് നോട്ട് ടേൺഡ് ഓൺ എന്ന് കാണിക്കുന്നുണ്ടേ. ഓക്കെ. ഓക്കെ, കാണുന്നുണ്ടോ? PPT കാണുന്നുണ്ടോ? വിസിബിൾ ആണോ? യെസ്, കാണുന്നുണ്ട്. ഫൈൻ. സോ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്ന ടോപ്പിക് ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ നമ്മൾ ഡിജിറ്റലി മാറി നിൽക്കുക അല്ലെങ്കിൽ അതിനോട് ഒരു കംപ്ലീറ്റ്ലി ഒരു അവോയ്ഡ്നെസ് കാണിക്കുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലേ? കാരണം നമ്മൾ പലരും നമ്മളുടെ വർക്ക് പോലും ഇപ്പോൾ ഡിജിറ്റലി ചെയ്യുന്ന കാലഘട്ടമാണ്. ഒരു ഓൺലൈൻ വർക്കിനൊക്കെ ഒരുപാട് സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയിട്ടാണ്. പക്ഷെ അതേസമയം നമ്മൾ മൾട്ടിപ്പിൾ ടാസ്കുകൾ ചെയ്യുക അല്ലെങ്കിൽ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പുതിയ മേഖലകൾ കണ്ടെത്തുന്നതൊക്കെ നമ്മളിപ്പോൾ ഓൺലൈനിലൂടെയാണ് അല്ലെങ്കിൽ ഡിജിറ്റൽ സോഴ്സസ് യൂസ് ചെയ്തിട്ടാണ്. സോ എന്തുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഈ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ ആവശ്യമായി വരുന്നത് എന്ന് ഞാൻ ആദ്യം പറയുന്നത്. സോ നമ്മൾക്കറിയാം നമ്മളുടെ ഒരു ദിവസത്തിൽ നമ്മൾ എത്ര സമയം നമ്മൾ ഡിജിറ്റലി യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ദിവസം ഇപ്പോൾ ഇത്രയും സമയമായി, നാട്ടിലാണെങ്കിൽ 7 മണിയായി, ഗൾഫ് കൺട്രീസിൽ 4:30 ഓർ 5:30 ടൈമായി. ഈ ഒരു ടൈം വരെ ഇന്നത്തെ ഈ ഒരു ദിവസം മാത്രം ഞാൻ ഉണർന്നതിന് ശേഷം എത്ര സമയം ഞാൻ ഡിജിറ്റലി ടൈം സ്പെൻഡ് ചെയ്തു എന്നൊരു സെൽഫ് ഒരു സെൽഫ് ടോക്ക്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? ക്യാൻ യു എനിവൺ പ്ലീസ് റിപ്ലൈ? അതെ, എത്ര സമയമായിരിക്കും നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടായിരിക്കുക? ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയാമോ? ഫസ്മിന മാം. ഒരു 3 hours, 2 hours. 3 hours. ഓക്കെ, 2 to 3 hours ആയിരിക്കും, അല്ലേ? അത് ചിലർക്കത് കൂടാം, ചിലർക്കത് കുറയാം. മേ ബി വർക്ക് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ അത് കൂടാം, അതല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു എൻലെസ് സ്ക്രോളിംഗ് നടത്തുന്ന ഒരു സ്വഭാവം നമ്മളിലേക്ക് പലരിലേക്കും ഇപ്പോൾ ഫ്രം ദ ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് ഇപ്പോൾ കുട്ടികളടക്കം അതിൻ്റെ ഒരു ബാഡ് വേർഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ക്രോളിംഗ് എന്ന് പറയുന്നത് പലതരത്തിൽ നമ്മളതിനെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം സെർച്ച് ചെയ്യാൻ വേണ്ടി പോയി, ഐദർ ഇൻസ്റ്റഗ്രാം ഓർ ഫേസ്ബുക്ക് ഓർ എനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ സ്ക്രോൾ ചെയ്ത് ആ സെർച്ച് ചെയ്ത കണ്ടന്റ് നമുക്ക് കിട്ടിയാൽ പോലും നമ്മൾക്ക് ഒരു ഫാസ്റ്റ് മെന്റാലിറ്റി നമുക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ താഴെ കിടക്കുന്ന വീഡിയോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒരു ഐക്കാർട്ട് വന്ന് വീഡിയോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ സ്ക്രോളിങ്ങിൽ വരുന്ന ഒരു ഫാസ്റ്റ്നെസ്, നമുക്ക് അത് തുറന്നു നോക്കണം എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയി അത് നോക്കുക, അത് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനക്കേട്, അത് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതിപ്പോ ഇന്നത്തെ കാലത്ത് ഒരുപാട് കൂടുതലാണ്.
ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ വിരൽ ചൂണ്ടുന്നത് നിങ്ങൾ ഓരോരിലേക്കോ അല്ലെങ്കിൽ എന്നിലേക്കോ ഒരു കോമൺ ഇഷ്യൂ ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു കോമൺ പ്രോബ്ലം എന്ന രീതിയിലാണ് ഞാൻ ഇതിനെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മേ ബി ഇത് നമ്മൾ അഡൾട്ടിന് അതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞാലും ഒരു ടീനേജിൽ നിൽക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ പ്രീ അഡൾട്ട് ആയിട്ടുള്ള ഒരാൾക്കോ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പല മേഖലകളിലും ഉന്നമനത്തിലും കാത്തിരിക്കുന്ന അവരുടെ ഭാവി ഒന്നുമല്ലാതെ ആയി പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇപ്പോൾ. അതിൻ്റെ ഒരു ചില കാര്യങ്ങൾ പഠനത്തിൽ നിന്നും മനസ്സിലായത് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ഇവിടെ എടുക്കാൻ തന്നെ കാരണം. സോ നമുക്ക് നമ്മളുടെ ഒരു അറ്റൻഷൻ ഉണ്ട്, സ്പാൻ ഓഫ് അറ്റൻഷൻ എന്ന് പറയും. ഒരു കാര്യത്തിൽ നമ്മൾക്ക് നമ്മളുടെ ചിന്തയെയും നമ്മളുടെ ഫോക്കസിനെയും നമ്മളുടെ തോട്ട്സിനെയും നമ്മളുടെ ശ്രദ്ധയെല്ലാം പിടിച്ചു വെക്കാൻ കഴിയുന്ന ഒരു സമയം അതിപ്പോൾ വളരെ കുറവാണ്. കാരണം ഒരു ഷോർട്സ് നമ്മൾ കാണുന്നത് മാക്സിമം 3 minutes ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വേറൊരു ഷോർട്സിലേക്ക് പോയി. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു എൻഡ്ലെസ് സ്ക്രോളിങ്ങിലാണ് അവസാനിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ വന്നത് എന്തിനാണ്, ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് പോലും മനസ്സിലാവാത്ത ഒരു ഒരു സാഹചര്യത്തിലേക്കാവും നമ്മളെ പിന്നെ ഈ ഒരു ഡിജിറ്റൽ സ്ക്രീൻ ടൈം കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ സ്ക്രോളിങ്ങിലും നോട്ടിഫിക്കേഷനിലും ഒക്കെ നമ്മൾ ട്രാപ്പായി പോവുകയാണ്. നമ്മൾ മനഃപൂർവ്വം വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല പലപ്പോഴും കാണുന്നത്, പക്ഷെ നമ്മളുടെ ടൈം, നമ്മളുടെ അറ്റൻഷൻ, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തിലെങ്കിലും നല്ല രീതിക്ക് സ്പെൻഡ് ചെയ്യേണ്ട നമ്മളുടെ എനർജി, അതൊക്കെയാണ് അവിടെ നഷ്ടമാവുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മാറ്റം വേണം. ഇതിൽ നിന്ന് നമ്മൾ മാറി നമ്മളുടെ മെയിൻ എയിം എന്താണെന്നുള്ളതും മെയിൻ ഗോളിലേക്കും നമ്മൾ എത്തിച്ചേരണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു 2025 ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 61% ഓഫ് ആളുകളും ഒരു പഠനത്തെ WebMed എന്ന് പറയുന്ന ഒരു എന്നതിൻ്റെ ബേസിൽ നടത്തിയ ഒരു സ്റ്റഡിയിൽ പറയുന്നത് 61% ആളുകളും ദേ ആർ അഡ്മിറ്റഡ് ദാറ്റ് ദേ ആർ സ്ക്രീൻ അഡിക്റ്റഡ്. ഞങ്ങൾ സ്ക്രീൻ അഡിക്റ്റഡ് ആണ് എന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ 150ഓളം ആളുകൾ ഡെയിലി ഫോൺ ചെക്ക് ചെയ്യാതെ അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും നീക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബിഹേവിയറിലേക്ക് അവർ മാറിക്കഴിഞ്ഞു എന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മുന്നോട്ട് വെക്കുന്ന പല മെന്റൽ ആൻഡ് ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അതിനെ കൂടി കുറിച്ചാണ് ഞാൻ ഈ ഒരു വെബിനാറിൽ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷനിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഡിജിറ്റലി ട്രാപ്പായി പോവുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എക്സാം ഉള്ള ടൈം ആയിരിക്കും, പക്ഷേ എക്സാം ഉള്ള ടൈം ആണെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നോട്ടിഫിക്കേഷൻ പോയി നോക്കാനുള്ള ഒരു ത്വര വരികയാണ്. അപ്പം അത് നോക്കി പിന്നെ അത് അടുത്തേക്ക് പോയി, അപ്പം അവിടെ ട്രാപ്പായി പോവാണ്. ഇപ്പം നമ്മളാണെങ്കിലും സീരിയസ് ആയിട്ടൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ, ചിലപ്പോൾ മേ ബി അത് നമ്മളുടെ ഒരു വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ ആയിരിക്കാം, ബട്ട് അത് നമ്മളെ ലീഡ് ചെയ്യുന്നത് പല അൺവാണ്ടഡ് നോട്ടിഫിക്കേഷൻസിലും അല്ലെങ്കിൽ അൺവാണ്ടഡ് മെസ്സേജസിലോ ആയിരിക്കും. സോ ഈ ഒരു ഡിജിറ്റൽ ജയൻസ്, അതായത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന് അവർക്കൊരു ഉദ്ദേശമുണ്ട്. നമ്മളെ പോലുള്ള കാണികൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അവർക്ക് ആവശ്യം. അങ്ങനെ ആകുമ്പോഴാണ് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 3 കാര്യങ്ങളിലാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന്, നമ്മളുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുക. എങ്ങനെയൊക്കെയാണ് നമ്മുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ പറ്റുക? നല്ല കളർ പാറ്റേൺസ്, നമ്മളുടെ അട്രാക്റ്റീവ്, നമ്മളുടെ ബ്രെയിനെയും നമ്മളുടെ ഐസിനെയും ഒക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ഇൻട്രസ്റ്റുകളെ നമ്മുടെ ഇൻട്രസ്റ്റിനെ എന്താ പറയുക, തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സാധനങ്ങൾ നമ്മളെ മുന്നിലേക്ക് ഇട്ട് തന്നിട്ട് നമ്മളുടെ അറ്റൻഷൻ അവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ഡോപ്പമിൻ ആണ്. ഡോപ്പമിൻ ട്രിഗർ ചെയ്യാൻ, ഡോപ്പമിൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും, ഇറ്റ് ഈസ് എ ഹാപ്പി ഹോർമോൺ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകേണ്ട ഒരു ഹോർമോണാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ്, ഒരു ഇൻസ്റ്റന്റ് ഹാപ്പിനെസ് ആണ് നമുക്ക് ഈ സ്ക്രോളിങ്ങിലൂടെയും നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ഒക്കെ
ലഭിക്കുന്നത്. ഇപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം റീൽസ് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ആ ഒരു ഇൻസ്റ്റഗ്രാം റീലിൽ കഴിഞ്ഞു, അടുത്ത റീല് വരുമ്പോൾ ആ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് വരും. അപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഓരോ പ്ലഷർ നമുക്ക് കിട്ടുമ്പോൾ ഇതിങ്ങനെ ട്രിഗർ ചെയ്യപ്പെടുകയാണ്. ബട്ട് ഇതെങ്ങനെ ട്രിഗർ ചെയ്ത് വന്നു കഴിഞ്ഞാലോ നമ്മളുടെ ബ്രെയിനിന് അത് ഭയങ്കര കൺഫ്യൂഷൻസും ഒരുപാട് മാനസിക ഡിസോർഡേഴ്സ്, നമുക്ക് മെന്റൽ ഡിസോർഡേഴ്സ് നമുക്ക് വഴിയെ ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കാതെയാണ് ഈ ട്രിഗേഴ്സ് എല്ലാം നമ്മൾ അനുഭവിക്കുന്നത്. പർപ്പസ്ഫുള്ളി ഓർ നോൺ പർപ്പസ്ഫുള്ളി നമ്മൾ അതിന് ഇരയായി പോവുകയാണ്. അപ്പൊ ഈ ഒരു എന്താ പറയാ, റിവാർഡ് സിസ്റ്റം പോലത്തെ കാര്യങ്ങളൊക്കെ ചില പ്ലാറ്റ്ഫോംസ് നമുക്ക് ഓഫർ ചെയ്യും. ഇപ്പോൾ ടെമു പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് എന്താ കാണുക, സ്പിൻ ചെയ്യുക, വീൽ സ്പിൻ ചെയ്ത് നമുക്ക് ഗിഫ്റ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. ഫസ്റ്റത്തെ 2 പേജും അവർ ഓഫർ ചെയ്യുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളാണ്. അപ്പൊ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ റിവാർഡ് പോയിന്റ്സ് തന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് തരാണ്. അതിന്റെ ക്യാഷ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് അവർ എടുക്കുന്നുണ്ട്. നമുക്കതൊന്നും ചിന്തിക്കാനുള്ളൊരു സമയം അവർ തരില്ല. ഇത് നമ്മളതിനെ ട്രിഗർ ചെയ്യാണ്, ഈ ഒരു ഹാപ്പിനെസ്സിലൂടെ നമ്മളതിനെ അത് പർച്ചേസ് ചെയ്യിപ്പിക്കൽ ഒരു അഡിക്ഷൻ നമ്മളിലേക്ക് തരികയാണ് അവർ ചെയ്യുന്നത്. സോ ദ സെക്കൻഡ് വൺ ഈസ് ഡോപ്പമിൻ ഈസ് ട്രിഗറിങ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡാറ്റ മോണിറ്റൈസേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകുമല്ലോ, അഡ്വർടൈസ്മെന്റ് ആണ് ഇവരുടെ എല്ലാം നിലനിൽപ്പിന്റെ അടിസ്ഥാനം. അഡ്വർടൈസ്മെന്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടാണ് ഇവരുടെ മുന്നോട്ടുള്ള യാത്ര സുഗമമാക്കുന്നത്. ഏതൊരു കമ്പനിയും വളർത്തിക്കൊണ്ടുവരുന്നത് അഡ്വർടൈസ്മെന്റിന്റെ ഫണ്ടാണ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണ്. സോ നമ്മൾ ഒരു ജിമെയിൽ ID ഓപ്പൺ ചെയ്യണമെങ്കിൽ പോലും നമ്മളോട് നമ്മുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു എന്താ നമ്മളുടെ റിക്കവറി ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് വഴി നമ്മളുടെ ഇൻട്രസ്റ്റുകൾ, അല്ലെങ്കിൽ യൂട്യൂബ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് വഴി നമ്മളുടെ ഇൻട്രസ്റ്റുകൾ നമ്മൾ കൊടുക്കുകയാണ് അവിടെ, അത് അവരിൽ അവിടെ ഷോ ഓഫ് ചെയ്യാണ്. സോ ഇത് അവിടെ ഡാറ്റ ആയിട്ട് അവിടെ കളക്ട് ചെയ്യപ്പെട്ടിട്ട് തിരിച്ച് ഈ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഏത് പ്ലാറ്റ്ഫോം ആണോ അത് അഡ്വർടൈസേഴ്സിന്റെ അടുത്തേക്ക് ഇത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ പ്രോഡക്റ്റ് ഇന്ന ആളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരത് നിങ്ങളിലേക്ക് ആ ഒരു കസ്റ്റമറിനെ കിട്ടും എന്നുള്ളൊരു തോട്ട് കൊടുത്ത് അഡ്വർടൈസ്മെന്റ് നമ്മളിലേക്ക് ഇങ്ങനെ വരും. ഇപ്പോൾ ഞാനും എൻ്റെ അടുത്തിരിക്കുന്ന ആളും കാണുന്നത് സെയിം പ്രോഗ്രാം ആണെങ്കിലും മേ ബി അതിൻ്റെ അഡ്വർടൈസ്മെന്റ് വരുന്നത് ഡിഫറെൻ്റ് ആയിരിക്കാം. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റുകൾ വ്യത്യാസമാണ്, ഞങ്ങൾക്ക് വരുന്ന റെക്കമെൻഡേഷൻസ് വ്യത്യാസമാണ്. അപ്പൊ ഈ ഡാറ്റാസ് എല്ലാം അവിടെ നമ്മളുടെ അറ്റൻഷൻ എല്ലാം എന്താണ്, അവിടെ അഡ്വർടൈസേഴ്സിന് സെല്ല് ചെയ്യപ്പെടുകയാണ് ഈ പ്ലാറ്റ്ഫോംസിലൂടെ ചെയ്യുന്നത്. ഈ 3 കാര്യങ്ങളിലൂടെ ഒരു അറ്റൻഷൻ എക്കോണമി അവരവിടെ രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ എന്താ പറയാ, നമ്മളുടെ മോസ്റ്റ്ലി നമ്മളുടെ ഡിജിറ്റൽ ഏജിൽ നമ്മളുടെ ഈ ഇത്തരത്തിലുള്ള നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളുടെ താല്പര്യങ്ങളൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിന്റെ കമോഡിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ അതിലേക്ക് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇരയായി കൊടുക്കുകയാണ് നമ്മളതിനെ. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇതിനെ നിൽക്കുന്നത് എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ നിന്ന് കംപ്ലീറ്റ് ഒരു അവോയ്ഡായി നിൽക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധ്യമായ കാര്യമല്ലാത്തത് കൊണ്ട്. സോ നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഡിജിറ്റലി ഡീടോക്സിഫൈ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. ഒരു വ്യക്തി പരിശോധന ആദ്യമായിട്ട് നമ്മൾ നടത്തണം. ഇപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എല്ലാവരും സ്മാർട്ട് ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒന്നിൽ കൂടുതൽ സ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പലരും. അപ്പോൾ ഈ ഒരു ഡീടോക്സിഫിക്കേഷന്റെ ആവശ്യമുണ്ടോ എന്ന് ആദ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് എത്തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പ്രൈമർ സ്റ്റേജ് ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്. ഒരു വാർണിംഗ് സൈൻസ് എന്ന രീതിയിൽ പല കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചോദിക്കുക, അന്വേഷിക്കുക, സ്വന്തമായിട്ട് തന്നെ കണ്ടെത്താൻ നോക്കുക. ഒന്നാമതായിട്ട് ഫിസിക്കൽ ആങ്സൈറ്റി. ഞാൻ പറയുന്നത് കണക്ട് ആവുന്നുണ്ടല്ലോ അല്ലെ? ഒന്ന് റിപ്ലൈ തരോ ആരെങ്കിലും? യെസ് മാം. ഓക്കെ. ഇനി ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഇത്രയും പറഞ്ഞതിൽ ഏതെങ്കിലും പോയിന്റിൽ അങ്ങനെ എല്ലാം തോന്നുന്നു അല്ലെങ്കിൽ ഇതിനോട് ഓക്കെ തോന്നുന്നുണ്ടോ? എനിവൺ?
ദാറ്റ് മീൻസ് ഇതൊരു ഡിസ്കഷൻ മോഡിൽ പോകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോകുമ്പോൾ അതൊരു കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഞാനിങ്ങനെ പറയുന്നത് മാത്രമാകുമ്പോൾ അതൊരു കൂടുതൽ ഇതാവില്ലല്ലോ, അതുകൊണ്ട് ചോദിക്കുകയാണേ. ഓക്കെ, ഫൈൻ. ഫിസിക്കൽ ആങ്സൈറ്റിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പല കേസുകളിലും നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ ആങ്സൈറ്റി. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഫോണ് കുറച്ച് നേരത്തേക്ക്, ഇപ്പോൾ സ്മാർട്ട് ഫോണാണ് നമ്മൾ മെയിൻലി നമ്മുടെ കയ്യിൽ ഉണ്ടാവുക, സ്മാർട്ട് ഫോൺ ആയതുകൊണ്ടാണ് ഞാൻ അതിനെ എടുക്കുന്നത്. നമ്മൾ അത് കുറച്ച് നേരം വെക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഫ്രസ്ട്രേഷൻ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു 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 ഉൾഭയം, എവിടെയോ ഒരു ഉൾഭയം, എൻ്റെ ഫോൺ എവിടെ, അത് എവിടെ വെച്ചു എന്നുള്ള ഒരു തരത്തിലുള്ളൊരു ഭയം, അതൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു ഫിസിക്കൽ ആങ്സൈറ്റി രൂപപ്പെടുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതോടൊപ്പം തന്നെ ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതൊരു അസുഖമൊന്നുമല്ല, ഒരു ഡിസീസ് ഒന്നല്ല, ഒരു കൊളോക്കിയലി സൈക്കോളജിക്കൽ നമ്മൾ വിളിക്കുന്ന ഒരു ഫേസ് ആണ്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് കോളും മെസ്സേജും ഒന്നും വരുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ തോന്നുകയാണ് ബെല്ലടിക്കുന്നുണ്ടോ, ഫോൺ ഇപ്പൊ വൈബ്രേറ്റ് ചെയ്തോ എന്നുള്ളൊരു തോന്നല് നമുക്ക് വരാം. അപ്പൊ നമ്മൾ ഓടിപ്പോയിട്ട് ഫോൺ എടുത്ത് നോക്കും, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നോ, നോട്ടിഫിക്കേഷന്റെ സൗണ്ട് വന്നതുപോലെ, അട്ടിങ് സൗണ്ട് വന്ന പോലെ എന്നൊരു തോന്നല് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. 80% ഓഫ് ദ സ്മാർട്ട് ഫോൺ യൂസേഴ്സും ഈ ഒരു സിൻഡ്രോം എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സോ ഫിസിക്കൽ ആങ്സൈറ്റി ആണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഫിസിക്കൽ ആങ്സൈറ്റി ആണ് പിന്നീട് ബാക്കിയുള്ളതിലേക്ക് നമ്മളെ ലീഡ് ചെയ്യുന്നത്, ബാക്കിയുള്ള സയൻസിലേക്ക്, ബാക്കിയുള്ള സിംറ്റംസിലേക്ക് നമ്മളതിനെ ലീഡ് ചെയ്യുന്നത്. ഇനി ഇമോഷണൽ ടർബുലൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിപ്രഷൻ, നമുക്കൊരു ബോറടിക്കുക, നമുക്കതൊരു ബോറിംഗ് ആയിട്ടാവും തോന്നുക. ബോറടിക്കുന്നു, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാത്ത പോലെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ വേറെ ഇനി എന്താ ചെയ്യാൻ, എനിക്കൊന്നും ചെയ്യാനുള്ളൊരു ചിന്തിക്കാനുള്ളൊരു ഇത് മനസ്സിനൊരു ഇത് കിട്ടുന്നില്ല, എൻ്റെ മൈൻഡ് ഒരു എന്താ പറയാ മൂടി കെട്ടിയ പോലെ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് നമുക്ക് ദേഷ്യം വരിക, അതല്ലെങ്കിലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യുക. ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ വലിയൊരു റിയാക്ഷനാവും നമ്മളെ ഭാഗത്തുനിന്ന് വരിക. ഇറിറ്റേഷൻ ആയിട്ടോ ആങ്കർ ആയിട്ടോ സാഡ്നെസ് ആയിട്ടോ ഒക്കെ നമുക്ക് അതിന്റെ റിയാക്ഷൻ വരും. ഇനി സെൽഫ് എസ്റ്റീം നമുക്ക് നഷ്ടപ്പെടുക. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വിശ്വാസവും നമ്മളിലുള്ള ഒരു നമ്മുടെ ഒരു മതിപ്പും ഒക്കെ നഷ്ടപ്പെടുക. ഞാനൊന്നിനും പോരാ, ഇതിലൊക്കെ കണ്ടില്ലേ, അവള് കണ്ടില്ലേ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വീഡിയോയിൽ കാണുന്ന ആളുടെ ജസ്റ്റ് നമ്മൾ ഒരു പുറം സൗന്ദര്യവും അവരുടെ കഴിവൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് എൻ്റെ ഏജ് തന്നെയല്ല ആ കുട്ടിക്കുള്ളൂ, പക്ഷെ ഞാനൊക്കെ എന്ത് ചെയ്യുന്നത്, എനിക്ക് എന്നെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല എന്നുള്ളൊരു തോട്ട് വരിക. കാരണം അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അത് നമ്മൾ തന്നെ ഒരു തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ട്രാപ്പിലേക്ക് നമ്മൾ തന്നെ കൊണ്ടുപോവുകയാണ് ഈ കമ്പാരിസൺ ചെന്നെത്തിക്കുന്നത്. നമ്മളിന്ന് എന്തെങ്കിലും അത് കണ്ടിട്ട് ചെയ്യുമോ, അതില്ല. അവര് ചെയ്യുന്നത് ഇപ്പൊ എൻ്റെ ഒരു ഏജ് ഉള്ള ഒരാൾ തന്നെയല്ലേ അത് ചെയ്യുന്നത്, അപ്പൊ ഞാനും അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ളൊരു ചിന്തക്ക് പകരം ആ വീഡിയോ കാണുമ്പോൾ ഉള്ള ഒരു ഇൻസ്പിറേഷൻ എന്നല്ലാതെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു വീഡിയോക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മുന്നേ വന്ന ഇൻസ്പിറേഷൻ നമുക്ക് പിന്നെ ഇല്ല, നമ്മൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കാരണം അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു ടൈം പിന്നെ നമ്മളെ ബ്രെയിന് നമ്മൾ കൊടുക്കുന്നില്ല, അപ്പോഴത്തേനും വേറെ ചിന്തകൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ജീവിതത്തിനോടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനോ നമ്മളുടെ ഒരു വിശ്വാസമോ ഒരു മതിപ്പോ ഒക്കെ നഷ്ടപ്പെട്ടിട്ട് പകരം ഡിപ്രഷനും ആങ്കറും പിന്നെ ആങ്സൈറ്റി ഒക്കെ രൂപപ്പെടുകയാണ് അവിടെ. അത് ഒന്ന് ഫിസിക്കൽ ആങ്സൈറ്റി ആണെങ്കിൽ, രണ്ട് ഇമോഷണൽ ടെർബുലൻസ് ഓർ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആണ് അവിടെ നടക്കുന്നത്. രണ്ടാമത് കമ്പൽസീവ് ചെക്കിങ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ മിനിറ്റുകളുടെ ഇടയ്ക്ക് പോലും നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക.
ഇപ്പോൾ തമാശക്ക് പറയും വാട്സപ്പ് എന്ന് പറയുന്നത് അടുപ്പത്ത് വെച്ച പാല് പോലെയാണെന്ന്. അത് തിളച്ചു പോവോ എന്ന് ഇങ്ങനെ ഒരു ചിന്തയായിരിക്കും. മെസ്സേജ് വന്നോ, റിപ്ലൈ വന്നോ, വീഡിയോ പുതിയത് വന്നോ, അല്ലെങ്കിൽ ഞാൻ അയച്ചൊരു മെസ്സേജിന് റിപ്ലൈ വന്നോ എന്നുള്ള ഒരു എന്താ പറയാ, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങനെ ഒരു പോയി എടുത്ത് നോക്കുക, പോയി ചെക്ക് ചെയ്ത് നോക്കുക, പോയി ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് എത്തിപ്പോവാണ്. മാത്രമല്ല വേറൊരു പ്രശ്നം എന്താ കണ്ടുവരുന്നത് എന്ന് വെച്ചാൽ ഫോമോ എന്ന് പറയും, അതായത് ഫിയറിങ് ഓഫ് മിസ്സിങ് ഔട്ട്. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് സോഷ്യൽ മീഡിയ ഇ കൊമേഴ്സ് സൈറ്റുകളുണ്ട്. ടെമു, മീഷോ, ആമസോൺ, മിന്ത്ര, അങ്ങനെ ഒരുപാട് നമുക്കറിയാം. അതിലൊക്കെ പലതരത്തിലുള്ള സെയിലുകൾ നടക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു മീഷോയിൽ നടക്കുന്ന സെയിലായിരിക്കില്ല ഫ്ലിപ്കാർട്ടിൽ നടക്കുന്നുണ്ടാവുക, അതായിരിക്കില്ല മിന്ത്രയിൽ നടക്കുന്നുണ്ട്, അതായിരിക്കില്ല ആമസോണിൽ നടക്കുന്നുണ്ട്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓഫേഴ്സ് ഓർ പ്രൊമോഷൻ വർക്ക്സ് ഒക്കെ ആയിരിക്കും അതിൽ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ നടക്കുന്നുണ്ടാവുക. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഓവർ യൂസ് ഓഫ് ഡിജിറ്റൽ അപ്ലയൻസ് കാരണം രൂപപ്പെടും. എന്താന്ന് വെച്ചാൽ ഫോമോ എന്ന് പറയുന്നത്, ആ ഒരു ഓഫർ എനിക്ക് മിസ്സാവോ, ഞാൻ നോക്കിയില്ലെങ്കിൽ എനിക്കത് മിസ്സാവോ. ഇപ്പോൾ എന്താ പറയുക, ഈ ഇപ്പോൾ ഒരു മിന്ത്രയിൽ കഴിഞ്ഞ ദിവസം ബൊണാൻസ എന്തോ പറഞ്ഞിട്ടൊരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. ഞാനത് നോക്കിയില്ലെങ്കിൽ എനിക്ക് അത് മിസ്സായി പോവോ എന്നുള്ളത്. പിന്നെ വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്, നമ്മൾ പർച്ചേസ് ചെയ്യൊന്നും ചെയ്യില്ല, പക്ഷെ അത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കാർട്ടിലേക്ക് മാറ്റിയിടും. പർച്ചേസ് ചെയ്യണമെന്നില്ല, അത് ഒരു തരം സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു തരം എന്താ പറയാ, ഒരു ഫോബിയ പോലെയാണ്, ഷോപ്പിംഗ് ഫോബിയ പോലെയാണ്. കാരണം ഷോപ്പ് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല അവർക്ക്. ഇഷ്ടപ്പെട്ടത് നല്ല അവരുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് സാധനം എടുത്തിട്ട് കാർട്ടിൽ കൊണ്ടിട്ടാൽ ഒരു സമാധാനമാണ്. ഓ, കാർട്ടിൽ ഞാൻ കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വിഷ് ലിസ്റ്റിൽ കൊണ്ടിടാം എന്ന് പറഞ്ഞൊരു സംഭവം. ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ കാര്യങ്ങളൊക്കെ, നമ്മുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഈ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾക്ക് ഓവർ യൂസേജ് ഓഫ് ഡിജിറ്റൽ മൊബൈൽസോ സ്മാർട്ട് ഫോൺസോ എനിത്തിങ് അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അൺകോൺഷ്യസ്ലി നമ്മളിൽ സംഭവിച്ചു പോകും. നമ്മൾ മനഃപൂർവ്വമല്ല, നമ്മൾക്ക് അത് വന്നു പോവുകയാണ്. ഇത്തരത്തിലുള്ള ഓവർ യൂസേജ് കാരണം നമ്മളിൽ വന്നു പോവുകയാണ്. ഇതൊക്കെ അവസാനം കൊണ്ടെത്തിക്കുന്ന എന്തിലെയാണ്, നമ്മളുടെ ഫോക്കസ് നഷ്ടപ്പെടും. നമ്മൾക്ക് എന്തെങ്കിലും എയിം ചെയ്യാനുള്ള ഒരു കഴിവ് പോലും ഇല്ലാതെയാവും. നമ്മൾക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലാതെയായി പോകും. നമ്മളുടെ ബന്ധങ്ങളിൽ പോലും അതിനെ ബാധിക്കും. സോ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, എനിക്കൊരു ഹെൽപ്പ് വേണം. എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരാളുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നേരിട്ട് സംസാരിക്കുകയാണെങ്കിലും ഫോണിലൂടെ സംസാരിക്കുകയാണെങ്കിലും, ഇവൻ തോ ഞാൻ മെസ്സേജ് ചെയ്യായിരിക്കാം, അല്ലെങ്കിൽ ഫോണിൽ നമ്മൾ കോളിംഗ് ത്രൂ സംസാരിക്കുകയായിരിക്കാം, ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ആദ്യം പറഞ്ഞത് എന്താന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എൻ്റെ ഓർമ്മയിൽ അത് നിൽക്കുന്നില്ല. ഇനി നേരിട്ട് അത് കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നത് നേരിട്ടുള്ള കമ്മ്യൂണിക്കേഷനിലാണ്. നേരിട്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ സംസാരം ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നൊരു തോന്നൽ വരിക. അതല്ലെങ്കിൽ ചില സമയത്ത് എനിക്ക് ഇപ്പൊ ഒരു 10 മിനിറ്റ് ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയെങ്കിൽ ആ 10 മിനിറ്റിൽ ഒരു 3 മിനിറ്റ് സംസാരിച്ചത് പോലും എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടാവില്ല. അത് അറ്റൻഷൻ ഡെഫിസിറ്റ് മൂലം സംഭവിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ കുട്ടികളോട് പറയാറുണ്ടല്ലോ, പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പല വഴികളും നമ്മൾ പറഞ്ഞു. കാരണം അവർക്ക് അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവാം. ഒരു 20 പണ്ടൊക്കെ നമ്മളുടെ ഇപ്പോൾ എൻ്റെയൊക്കെ പഠിക്കുന്ന കാലത്ത് പറഞ്ഞിരുന്നത് 20 മിനിറ്റ് ഒക്കെയാണ് പറഞ്ഞിരുന്നത്. 20 മുതൽ 30 മിനിറ്റ് ഒക്കെ നമുക്ക് ഒരു വിഷയം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ചെറിയൊരു ബ്രേക്ക് എടുത്ത് പിന്നീട് ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും പഠിക്കുക. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് പഠിക്കാൻ പറ്റും, ഒരു പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും എന്ന് പറയും. പിന്നീട് അത് 10 മിനിറ്റായി ചുരുങ്ങി, ഇപ്പൊ വെറും 3 മിനിറ്റായി ചുരുങ്ങിയതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. നമ്മളുടെ അറ്റൻഷൻ ടൈം, സ്പാൻ ഓഫ് അറ്റൻഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഇവിടെ. ഇത് നമ്മളുടെ പഠനത്തിൽ മാത്രമേ, ഇപ്പൊ കുട്ടികളുടെ പഠനത്തിൽ മാത്രമല്ല, നമ്മളുടെ റിലേഷൻഷിപ്പിലെ, നമ്മളുടെ പല ജോലിയിലെ പല ടാസ്കുകൾ നമ്മൾ ചെയ്യുന്നതിൽ, ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യുന്ന ടാസ്കിലും നമ്മുടെ പ്രൊഡക്ടിവിറ്റിയിലും എല്ലാം ഇത് ബാധിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. സോ ഇനി നമ്മൾ നേരെ വരുന്നത്, ഇത്രയും നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് നമ്മളുടെ ഓവർ ഡിജിറ്റൽ യൂസേജ് കൊണ്ട് നമുക്ക് സംഭവിക്കാൻ
സംഭവിക്കുന്നത്, എങ്ങനെയാണ് അത് നമ്മളെ ബാധിക്കുന്നത് എന്നൊക്കെയാണ്. ഇനി എന്താണ് ഈ ഡിജിറ്റൽ ഡീറ്റോക്സിഫിക്കേഷൻ, എങ്ങനെയാണ് നമ്മൾക്കിത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾക്ക് ഇത് ഒരു പ്രാക്ടിക്കലി നമുക്കിത് ചെയ്തു വരണമല്ലോ. അപ്പോൾ എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. കംപ്ലീറ്റ്ലി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും നമ്മൾ സെമി പാർട്ടായിട്ട്, അതായത് ഒരു കോൺഷ്യസ്ലി നമ്മൾ ഒരു ബ്രേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുമെല്ലാം നമ്മളുടെ സമ്മതത്തോടെ, നമ്മുടെ അറിവ് പ്രകാരം പർപ്പസ്ഫുള്ളി നമ്മളൊരു ബ്രേക്ക് എടുക്കുക. അതിനെയാണ് നമ്മൾ ഈ ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ഒറ്റയടിക്ക് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കരുത്. ഈ ഒരു കാര്യം, ഏതൊരു കാര്യം നമ്മൾ ഒറ്റയടിക്ക് ചെയ്യാൻ നോക്കരുത്. ഇപ്പോൾ ഒറ്റയടിക്ക് ചെയ്യുന്ന ഒരു അറ്റ് എ ടൈം ഞാനിപ്പോൾ ഇതെല്ലാം ഇതാക്കുമെന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മളുടെ വീട് മൊത്തം ഡിക്ലട്ടർ ചെയ്ത് കിടക്കുകയാണ്, ആകെ വളരെ മോശമായിട്ട് മെസ്സപ്പായിട്ട് കിടക്കുകയാണ്. ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ ഈ വീട് മൊത്തം ഞാൻ ക്ലീൻ ആക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീനിങ് കഴിയുമായിരിക്കും, ബട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് ഉണ്ടായിരിക്കും. ശരീരവേദന ഉണ്ടാവും, തലവേദന, മറ്റുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ക്ലീൻ ചെയ്ത വീടിന്റെ ഒരു സുഖം ഉണ്ടല്ലോ, ആ ക്ലീൻ ചെയ്തതിന്റെ ഒരു സുഖം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്ലീൻ ചെയ്ത് കിടക്കുന്നതിന്റെ ആ ഒരു മനോഹാരിതയെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലും നമ്മൾ കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മുന്നിൽ കണ്ടിട്ട് ഗ്രാജുവൽ ഒരു പ്രോസസ്സായിട്ട് നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടണം. ഇനി ഒരു ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഡീടോക്സിഫിക്കേഷൻ ഉണ്ട്, അതല്ലെങ്കിൽ ഒരു ആഴ്ചക്ക് ചെയ്യുന്ന ഒരു ഡീടോക്സിഫിക്കേഷൻ ഉണ്ട്. പലതരത്തിൽ ഇതിനെ നമുക്ക് വേർതിരിക്കാൻ പറ്റും, പല കാറ്റഗറികളായിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയും. നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച്, നമ്മളുടെ ഓരോരുത്തരുടെയും പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ മാറ്റിയിട്ട് നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം. ഏതൊക്കെ മാർഗത്തിലാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഡീടോക്സ് ചെയ്യേണ്ടത്? ഒന്ന് സോഷ്യൽ മീഡിയ ഡീടോക്സിങ് ആണ്. അതായത് ടെമ്പററി നമ്മൾ പെർമനന്റ് ആയിട്ട് നമുക്ക് മാറി നിൽക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പലതരത്തിൽ ഡിപ്പെൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം ഡിജിറ്റൽ ഡിവൈസുകളോട്. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടെമ്പററിലി നമ്മൾ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ടെമ്പററിലി ഒന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമ്മൾ ടെമ്പററിലി ഒന്ന് മാറി നിൽക്കാൻ നോക്കുക. പിന്നെ വേറെ രണ്ടാമത്തെ ഒരു ഡീടോക്സിഫിക്കേഷൻ എന്തിൽ നിന്നാണ്? മെയിനായിട്ട് നമ്മളുടെ സ്മാർട്ട് ഫോണിൽ നിന്നാണ്. അത് റെഡ്യൂസ് ചെയ്യാം. മൊത്തത്തിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലത് തന്നെയാണ്. പക്ഷെ ആദ്യം നമ്മൾ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം, സമയം ക്രമീകരിച്ച് കുറച്ച് സമയങ്ങളായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ 1 മണിക്കൂർ ഞാൻ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ രാത്രി സമയങ്ങളിൽ ഞാൻ യൂസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഉണർന്ന ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഫോൺ എടുത്ത് നോക്കില്ല എന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്തിട്ട് അത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഒന്നും ഉള്ളതാണ് സ്ക്രീൻ ടൈം കുറയ്ക്കുക. നമ്മളുടെ കുട്ടികളുടെ അറ്റൻഷൻ ഡെഫിസിറ്റിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സ്ക്രീൻ ടൈം കൂടുന്നതാണ്. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടാലാണല്ലോ നമ്മളുടെ കുട്ടികൾ അത് പ്രാക്ടീസ് ചെയ്യുള്ളൂ. സോ നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുക സ്ക്രീൻ ടൈം എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് നമ്മളോടൊപ്പം നമ്മളെ കുഞ്ഞുങ്ങളെ കൂടി അതിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കുക. സ്ക്രീൻ ടൈം റെഡ്യൂസ് ചെയ്യുന്നത് ഒരു ഡെയിലി നമ്മൾ ഇത്ര യൂസേജ് ചെയ്യുന്നു എന്നതിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നേരത്തെ ഫസ്മീന മാമിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 3 മണിക്കൂർ ഞാൻ യൂസ് ചെയ്യുമെന്ന് പറയുന്നു. 3 മണിക്കൂർ എന്നത് മാമിന് അത് കുറവാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. മണിക്കൂർ കൂടുതലാണ്, അത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാമിനൊരു ഗിൽറ്റ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാം അതെന്താ 2 മണിക്കൂറാക്കി ചുരുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം ഞാനൊരു വൈകുന്നേരം വരെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ മൊബൈലിൽ ചെക്ക് ചെയ്യുമ്പോൾ ഒരു 9 മണിക്കൂറൊക്കെ ഞാൻ യൂസ് ചെയ്തെന്ന് കാണുമ്പോൾ ഓഫ്കോഴ്സ് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അപ്പം ഞാൻ തീരുമാനിക്കണം, ഒരു 1 അവർ ഞാൻ നിശ്ചയമായിട്ടും ഞാൻ മൊബൈലിന് യൂസ് ചെയ്യില്ല, അതല്ലെങ്കിൽ വേറെ ഒരു സ്ക്രീൻ ടൈമും ഞാൻ യൂസ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുക.
മൂന്നാമത് ഇന്റർനെറ്റ് ഡീറ്റോക്സ് ആണ്. അതായത് കംപ്ലീറ്റ്ലി നമ്മൾ ഓഫ്ലൈനിൽ പോവുക. അത് നമുക്ക് ഡെയിലി പർപ്പസിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ബട്ട് നമുക്കൊരു ആഴ്ചയിൽ ഒരു ദിവസം, ഒരു സൺഡേ നമ്മൾ രാവിലെ ഫാമിലിയൊക്കെ ഒത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ കൂടെ നമ്മളുടെ അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ആളുകളുടെ ഒപ്പം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ മാത്രം തന്നെ ഒരു യാത്രയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തോ പോയി നമ്മൾ ഇരിക്കുക ഓഫ്ലൈനായിട്ട്. അതായത് കംപ്ലീറ്റ്ലി ഓഫ്ലൈനായിട്ട് നമ്മളൊരു പീരീഡ് ഓഫ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മളുടെ ഡിജിറ്റൽ ടൈം കുറച്ചിട്ട് റിയൽ ലൈഫ് സോഷ്യൽ ഇൻട്രാക്ഷൻ കൂട്ടുക. അതുവഴി നമുക്ക് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഒരുപാട് മെന്റൽ ക്ലാരിറ്റി നമുക്ക് കിട്ടും. ഇപ്പൊ ഈ ഫോക്കസ് നഷ്ടപ്പെടുക എന്നതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഒരു കാര്യത്തിൽ, ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഉദാഹരണം, ഒരു സംഭവം പറഞ്ഞല്ലോ, ഒരു സുഹൃത്തിനോട് സംസാരിച്ചത് പറഞ്ഞല്ലോ. അവളുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മെന്റലി അവളൊരു ക്ലോഗിങ് ആണ്, ഒരു ക്ലാരിറ്റി അവൾക്ക് കിട്ടുന്നില്ലായിരുന്നു. അറ്റൻഷൻ ചെയ്തിട്ട് ഒരു കാര്യത്തിൽ അവൾക്ക് ഫോക്കസ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് കമ്മ്യൂണിക്കേഷനിലുള്ളതാണ് അവൾക്ക് മനസ്സിലായിട്ടുള്ളൂ. ബട്ട് അത് പല മേഖലകളിലും അവളുടെ കുട്ടികളോടുള്ള പെരുമാറ്റത്തിലാണെങ്കിലും അവളുടെ സ്റ്റഡീസിലാണെങ്കിലും എല്ലാം അത് ബാധിക്കുന്നുണ്ടെന്നത് സംസാരിച്ചപ്പോൾ മനസ്സിലായി. അപ്പൊ ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് എന്നുള്ളത് വരുന്നത് എവിടുന്നാണ്? മെന്റൽ ക്ലാരിറ്റി കുറയുന്നതിലൂടെയാണ്. അതിൻ്റെ വേറൊരു പതിപ്പാണ് ഈ അറ്റൻഷൻ കുറയുക എന്ന് പറയുന്നത്. അപ്പോൾ മെന്റൽ ക്ലാരിറ്റി തിരിച്ചെടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് ഫിസിക്കൽ വേൾഡായിട്ട്, നമ്മൾ സറൗണ്ടിങ്സുമായിട്ട്, നമ്മൾ കണ്ണിന്റെ മുന്നിൽ കാണുന്ന വസ്തുതകളുമായിട്ട് നമുക്ക് ജീവിക്കാനും അതിൻ്റെ എല്ലാ ചലനങ്ങളും മനസ്സിലാക്കാനുള്ളൊരു കണക്ഷൻ കിട്ടും. അതോടൊപ്പം തന്നെ എന്താ, സോഷ്യൽ ലൈഫ്, നമ്മുടെ റിയൽ സോഷ്യൽ ലൈഫിനുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻ കിട്ടും. ഇത്രയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ ഡിജിറ്റൽ ഡീറ്റോക്സിഫിക്കേഷനിലൂടെ എന്താ പറയുക ഉന്നം വെക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ്, ഇപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഡീറ്റോക്സിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന മെയിൻ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ മെന്റൽ ഹെൽത്ത്, ഓഫ് കോഴ്സ് നമ്മുടെ മെന്റൽ ഹെൽത്ത് കൂടും. ഇപ്പോൾ ഒരു 2020 സ്റ്റഡി പ്രകാരം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ തന്നെ ഈ ഒരു ഡിറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തു. ഒരു 100 ആളുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു അവര്. അതിൽ 2 ഗ്രൂപ്പാക്കി തിരിച്ച് 50 പേർക്ക് ഒട്ടും ഡിജിറ്റൽ സ്പേസ് കൊടുക്കാതെയും മറ്റുള്ളവർക്ക് സാധാരണ അവർ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ ഡിജിറ്റൽ സ്പേസുകളും അലോ ചെയ്തുകൊണ്ടും അവർക്ക് ഒരു 2 ഗ്രൂപ്പുകളാക്കി 100 പേരെ തിരിച്ചു. എന്നിട്ട് ഈ 2 ഗ്രൂപ്പുകളുടെയും ആഫ്റ്റർ അവരുടെ ഫീഡ്ബാക്സ് എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഡിജിറ്റൽ ഡിവൈസസ് കൊടുക്കാതിരുന്ന വ്യക്തികളുണ്ടല്ലോ, 50 പേരുണ്ടല്ലോ, അവര് ഒരുപാട് ആങ്സൈറ്റിയിൽ നിന്നും രക്ഷപ്പെട്ടു പോന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ ലെവൽ ഒരുപാട് കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ അവരുടെ സ്ട്രെസ് ലെവലും അവരുടെ മൂഡ് സ്വിങ്സ് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി, അതൊക്കെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നേരെ മറിച്ച് മറ്റുള്ളവർക്കാണെങ്കിലോ അവർക്ക് കൂടുതൽ അവരുടെ ആങ്സൈറ്റി കൂടുകയും അവരുടെ ഫോക്കസ് നഷ്ടപ്പെടുകയും കംപ്ലീറ്റ്ലി അവർ ഇതിൽ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളൊരു രീതിയിലേക്കും ആയി കഴിഞ്ഞു. അത് ലീഡ് ചെയ്തത് ഇൻ കണക്ഷൻ ടു ദാറ്റ് ദേ വർ ഗെറ്റിംഗ് എ നോൺ ക്വാളിറ്റി സ്ലീപ്പിംഗ് ഡിസോർഡർ. അതായത് നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഉറക്കം, ഇപ്പോൾ ഉറക്കം പലർക്കും പല രീതിയിലായിരിക്കും. ചില ആളുകൾ പറയും ഞാൻ 3 മണിക്കൂർ ഉറങ്ങാറുള്ളൂ, പക്ഷെ എനിക്ക് അത് മതി, ഞാൻ വളരെ ഉന്മേഷവാനായിട്ട് രാവിലെ എൻ്റെ സമയത്ത് എണീക്കും, ഞാൻ നല്ല രീതിയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുമെന്ന് പറയും. പക്ഷെ ചില ആളുകൾ പറയും 6 മണിക്കൂർ ഉറങ്ങിയിട്ടും രാവിലെ എണീച്ചാൽ പിന്നെ എണീറ്റാലും ഒരു ഉറക്കച്ചടവാണെന്ന് പറയും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ്. ഈ സ്ലീപ്പിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് എത്ര ഉറങ്ങിയാലും നമുക്ക് മതിയാവില്ല എന്ന് തോന്നുന്നതും, എത്ര ഉറക്കം നമ്മൾ രാവിലെ ഉറങ്ങിയാലും രാത്രി ഉറങ്ങിയാലും ഒന്നും നമുക്ക് നമ്മളുടെ ഒരു ക്ഷീണത്തിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അത് ക്വാളിറ്റി സ്ലീപ്പിംഗ് കിട്ടാത്തത് കൊണ്ടാണ്.
സോ ഈ ഡീടോക്സിഫിക്കേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പിന്റെ ക്വാളിറ്റി കൂട്ടും. അതായത് നമ്മൾ 3 മണിക്കൂറാണ് ഉറങ്ങുന്നുള്ളെങ്കിലും വളരെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലേക്ക് പോകാനും നമ്മളുടെ എനർജി റിട്രീവ് ചെയ്യാനും നമുക്ക് സാധിക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്കറിയാലോ, നമ്മുടെ ഹാർട്ട് ഒഴികെ ബാക്കി എല്ലാ അവയവങ്ങളും റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അപ്പം ഈ റെസ്റ്റ് എന്തായിരിക്കും? നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈം, നല്ല റെസ്റ്റ്, നല്ല കറക്റ്റ് രീതിയിലുള്ള റെസ്റ്റ് നമ്മളെ ബോഡിക്ക് കിട്ടും. സോ നമുക്ക് പിറ്റേ ദിവസം നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ വളരെ എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതോടൊപ്പം പ്രൊഡക്ടിവിറ്റി കൂടും. പ്രൊഡക്ടിവിറ്റി എപ്പോഴും ഈ ഡിജിറ്റൽ ഡിസ്ട്രാക്ഷൻസ് കൊണ്ട് നഷ്ടപ്പെടുന്ന വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം പല കഴിവുകളുള്ള മനുഷ്യന്മാരായിരിക്കും നമ്മൾ. നമ്മളുടെ പാഷന്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇന്നുള്ളതിനേക്കാളും ഇംപ്രൂവ്ഡ് ആയ രീതിയിൽ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഉള്ള മനുഷ്യന്മാരായിരിക്കും. പക്ഷെ ഡിജിറ്റൽ ഒരു ഇതിൽ മുങ്ങിത്തപ്പിയിട്ട് നമുക്ക് അതൊന്നും എക്സ്പോസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പല സ്ഥലത്തും നമുക്കതിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ പാഷൻ എന്താണെന്നോ നമ്മുടെ സ്കിൽ എന്താണെന്നോ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ഒരു ബെറ്റർ വേർഷനെ ലോകത്തിന് മുൻപിൽ നമ്മുടെ തന്നെ സ്വന്തം ഇതിൽ മുന്നിൽ നമുക്ക് കാണിക്കാൻ കഴിയുന്നില്ല. സോ ഈ ഡീടോക്സിഫിക്കേഷനിലൂടെ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. ഈ സ്റ്റഡീസിലൂടെ തെളിഞ്ഞെന്താ വെച്ചാൽ 40% വരെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ കഴിഞ്ഞു. ഒരു ടാസ്ക് ഒക്കെ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ഓടിപ്പോയിട്ട് ആ മൊബൈൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. അപ്പൊ നമ്മൾ സീരിയസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എന്താണ് സംഭവിക്കുന്നത്? ഒരു ശതമാനമെങ്കിലും അതിൻ്റെ ഒരു ഇത് കുറഞ്ഞില്ലേ? അപ്പോൾ ഈ ഡിജിറ്റൽ ഡിവൈസസ് കംപ്ലീറ്റ്ലി മാറ്റി വെച്ചപ്പോൾ നമ്മൾ ആ വർക്കിലേക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യുകയും അത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. ഇപ്പൊ കുട്ടികളൊക്കെ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഒരു ചാപ്റ്ററിന്റെ ഒരു പേജ് അവർ വായിക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷെ അതിന് ഒരുപാട് സമയം അവർ എടുക്കുന്നുണ്ടാവും. കാരണം എന്താ വെച്ചാൽ പലതരം ചിന്തകളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോവാണ്, മൈൻഡ് ഡിസ്ട്രാക്ട് ചെയ്യപ്പെടുകയാണ്. മേ ബി അത് മൊബൈലും കണ്ണിന്റെ മുന്നിൽ ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ മാസം ടെൻത്തിന്റെ ഫൈനൽ എക്സാമിന്റെ ടൈമിൽ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അന്നന്ന പാട്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പല ഇതിൽ നിന്നും കേട്ടൊരു കാര്യമാണ്. എനിക്ക് ഒരുപാട് എന്താ പറയാ, എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായ ഒരു കാര്യമാണത്. കുട്ടികൾ പലരും ഫണ്ണി രൂപത്തില് പലരും അങ്ങനത്തെ ആ പാട്ട് വരുന്ന റീൽസിന്റെ താഴെ എഴുതിയിരിക്കുകയാണ്, എക്സാം ടൈമിൽ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ അവർക്ക് എക്സാം ഷീറ്റ് കയ്യിൽ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നത് ഈ പാട്ടാണ്. അത്രത്തോളം അവരത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ മൊബൈലില്ല, അവർ മൊബൈൽ കാണുന്നില്ല. പക്ഷെ എത്രമാത്രം അവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ഒരു ഡീടോക്സിഫിക്കേഷന്റെ പ്രാധാന്യം ഇത്തരത്തിലുള്ള അവസ്ഥകളിലാണ്. ഈ എക്സാം ടൈം എന്ന് പറയുന്നത് അവരുടെ ഒരു ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് നിശ്ചയിക്കുന്ന ഒരു ടൈമാണല്ലോ. അവരുടെ ഒരു അത്രയും നാൾ വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് കാണിക്കുന്ന ഒരു ടൈമാണല്ലോ എക്സാമിൽ പ്രൊഡക്ടിവിറ്റി കാണിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. പിന്നെ മെന്റൽ ഹെൽത്ത്, സ്ലീപ്പ് ക്വാളിറ്റി, എൻഹാൻസ്ഡ് പ്രൊഡക്ടിവിറ്റി മാത്രമല്ല, നമ്മുടെ ഫിസിക്കൽ ബോഡിയിലും നമുക്ക് ഇമോഷണലിയും നമ്മളെ ഈ ഡീടോക്സിഫിക്കേഷൻ ബെനിഫിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് പിന്നെ നമ്മളുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ ഓക്കെ ജിഷ മാം വോയിസ് ബ്രേക്ക് നമ്മള് പ്രസന്റില് നമ്മള് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതില് ഇൻവോൾവ് ആയി ചെയ്യാം, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാം. വെരി ഗുഡ്, വെരി റൈറ്റ്. താങ്ക് യു മാം. ജിഷ മാം പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ പ്രസന്റ് നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ അതിലുള്ളത് വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്, ഒരു ജഡ്ജ്മെന്റും കൂടാതെ ഒരു വിലയിരുത്തലുകളും കൂടാതെ ആ ഒരു പ്രസന്റ് സിറ്റുവേഷനിലുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധം, ആ ഒരു സ്വത്വത്തിലുള്ള ഒരു ബോധം എന്ന് പറയില്ലേ, അതാണ് മൈൻഡ്ഫുൾനെസ്. അത് ഇൻക്രീസ് ചെയ്യും തോറും നമ്മളുടെ ഒരുപാട് നമ്മളിൽ തന്നെ മാറ്റങ്ങൾ നമുക്ക് പല തരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, വലിയൊരു സൈക്കോളജിക്കൽ ടെക്നിക്ക് കൂടിയിട്ടാണ്. ഒരു ട്രീറ്റ്മെന്റ് ആയി പോലും പല ആളുകളും അതിനെ കാണുന്നുണ്ട്. സോ ഈ മൈൻഡ്ഫുൾനെസ് വർദ്ധിക്കും.
ഇനി ഫിസിക്കലി നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഞാൻ പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് കണ്ണിന്റെ സ്ട്രെയിൻ കുറയുന്നു, തലവേദനകൾ, പലതരത്തിലുള്ള തലവേദനകൾ കുറയുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഇങ്ങനെ ഒരേ സമയം നോക്കിയിരിക്കുമ്പോഴുണ്ടാവുന്ന പോസ്ചർ പ്രശ്നങ്ങൾ, ബോഡിയിൽ ഉണ്ടാവുന്ന അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുവഴി നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും, ബെറ്റർ ആക്കാൻ പറ്റും. ഇനി ഇമോഷണലി നമുക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഇതൊരു ബ്രേക്ക് ചെയ്യലാണ് അല്ലെ, നമ്മൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഇമോഷൻ ഇൻസ്റ്റെബിലിറ്റിയിൽ നിന്നുമുള്ള ഒരു ബ്രേക്കിംഗ് കൂടിയിട്ടാണ്. നമ്മളുടെ ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നതിനുള്ള ബ്രേക്കിങ്ങിനോടൊപ്പം അവിടെ പാരലലി നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. മെന്റൽ ഹെൽത്ത് വർദ്ധിക്കുന്നതും സ്ലീപ്പ് ക്വാളിറ്റി കൂടുന്നതും എല്ലാം പാരലലി നടക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ഗുണമാണ് ഇമോഷണൽ ബാലൻസ് വർദ്ധിക്കും. ഇമോഷണലി ബാലൻസ് ഉണ്ടായില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മൾ അറിയാതെ നമ്മൾ വേറൊരാളായി മാറും. ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിൽ കയറിയപ്പോഴേക്കും നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എന്തിനപ്പോ ദേഷ്യം പിടിച്ചത്, നമ്മൾ എന്തിനപ്പോ ഈ കരയുന്നത്, നമ്മൾ എന്താ ഇപ്പൊ ഈ ചിന്തിച്ചു കൂട്ടുന്നത്, എവിടേക്കാ നമ്മൾ ഈ ചിന്തിച്ച് കാട് കയറി പോകുന്നത്, ഓവർ തിങ്കിങ്, അങ്ങനെ സംഭവങ്ങളൊക്കെ വരുന്നത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി കാരണമാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കും. മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാല് സോഷ്യൽ മീഡിയ മുന്നോട്ട് വെക്കുന്ന കമ്പാരിസൺസ് ഒഴിവാക്കാൻ പറ്റും. ഓ, അവളുടെയൊക്കെ ലൈഫാണ് ലൈഫ്, എന്റെയൊക്കെ ലൈഫ് എന്ത്, ഞാനൊക്കെ എന്ത്, അങ്ങനത്തത്. ആ ഒരു 2 കാറ്റഗറി ഉണ്ട്. അവളുടെ ലൈഫാണ് ലൈഫ്, എന്റെ ലൈഫൊക്കെ എന്ത്, അല്ലെങ്കിൽ ഞാനൊക്കെ എന്ത്, കണ്ടില്ലേ അവരൊക്കെ കണ്ടില്ലേ, അങ്ങനത്തെ ഒരു തരം ബാഡ് കമ്പാരിസൺസ് ഉണ്ടല്ലോ, നമ്മളെ തന്നെ നശിപ്പിച്ച് കളയുന്ന, നമ്മളുടെ സെൽഫ് എസ്റ്റീം വട്ടപൂജ്യത്തിലെത്തിക്കുന്ന കമ്പാരിസൺസ്. അതൊക്കെ നമുക്ക് എടുത്തു കളയാൻ ഈ ഒരു ഡീടോക്സിഫിക്കേഷനിലൂടെ സാധിക്കും. ഇത്രയും ക്ലിയർ ആണോ? എങ്കിൽ ഞാൻ അടുത്തയിലേക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, കാരണം ഇനി ഞാൻ ഇതിന്റെ പ്രാക്ടിക്കൽ നമ്മൾ ഇതിനെ എങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണെന്നുള്ള ഒരു രീതിയിലാണ്. ഇപ്പൊ ഞാൻ എന്നോട് തന്നെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം, എന്നിട്ടേ നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങള്, നിന്റെ ബെനിഫിറ്റ്സും അത് എന്താണെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രാക്ടിക്കലി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ അല്ലെ? നെക്സ്റ്റ് നമുക്ക് ഓക്കെ പ്രാക്ടിക്കലി നമുക്കിത് കൊണ്ടുപോവാന് നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും സസ്റ്റൈനബിൾ ആയിട്ട് നമ്മൾ ചെയ്യണം. അതായത് സസ്റ്റൈനബിൾ മീൻസ് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും അതിനെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മെത്തേഡിലൂടെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് നിലനിർത്താനും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, സ്ഥിരമായിട്ടുള്ള വർക്കുകൾ മാത്രമേ എപ്പോഴും സക്സസ് കാണുള്ളൂ. ഇപ്പൊ ഏതൊരു ഹാബിറ്റ് ആണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോകുമ്പോഴായിരിക്കും അതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അതിനെന്ത് വേണം? കൺസിസ്റ്റന്റ് ആയിരിക്കണം, അതോടൊപ്പം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ആയിരിക്കണം. അതല്ലാതെ ഒരു പ്രാരംഭ ശൂരത്വം എന്ന് പറയും, ആദ്യത്തെ ഒരു ഇതില് ഭയങ്കര ആക്റ്റീവായിട്ട് ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് ഒരുപാട് അഡ്വേഴ്സ് കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ വരും. സോ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രാജുവൽ പ്രോസസ്സിലൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സിലൂടെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡീടോക്സിഫിക്കേഷൻ നടത്തുക. ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? ഇപ്പോ ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു 8 മണി 8:30 കൂടിയിട്ടായിരിക്കും നിങ്ങൾ പിന്നെ ഒന്ന് ഫ്രീ ആവുന്നുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ ഇതിന് ശേഷം വേറെ ക്ലാസ് ഉണ്ട്, അപ്പൊ അതും കഴിഞ്ഞൊരു രാത്രി ആയിരിക്കും. രാത്രി നിങ്ങൾ ഇപ്പോൾ ക്ലാസ് ചിലപ്പോൾ ഫോണിലായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. സോ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല. ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറങ്ങാൻ പോകുന്നതിന്റെ ഒരു അരമണിക്കൂർ മുൻപെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫോണിനെ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്താം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വൈഫൈ ഒന്ന് ഓഫാക്കി, മൊബൈൽ ഡാറ്റ ഒന്ന് ഓഫാക്കി വെക്കാം. അത്രയെങ്കിലും നിങ്ങൾ ചെയ്തു വെക്കാം. ഫിസിക്കൽ ഒരു സെപ്പറേഷൻ നമ്മൾ നൽകുക, നമ്മുടെ ഫോണുമായിട്ട് ഫിസിക്കലി ഒരു സെപ്പറേഷൻ നമ്മളൊന്ന് ചെയ്തു നോക്കുക. അത് നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ വേറൊരു റൂമിലേക്ക് അത് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റു ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ പീരീഡിലോ നമ്മൾ അതിനൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതെന്താണ്? ഇത് ഫിസിക്കൽ ഡിസ്റ്റൻസ് റെഡ്യൂസ് ദ ടെംപ്ടേഷൻ ടു ചെക്ക് ഡിവൈസസ് അൺകോൺഷ്യസ്ലി.
സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ണിന്റെ മുന്നിൽ അത് ഇല്ലാത്തത് കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും തുടക്കത്തില് ചെറിയ രീതിയിലെങ്കിലും അത് നമ്മൾക്ക് ഈ ഒരു പോയി തൊട്ട് നോക്കുക, ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് ഓണാക്കി നോക്കുക, അല്ലെങ്കിൽ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓണാക്കി നോക്കുക, മെസ്സേജ് വന്നോ നോട്ടിഫിക്കേഷൻ വന്നോ എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ഒരു ഫ്രീക്വന്റ് ചെക്കിങ്, അതിൻ്റെ ഒരു ടെംപ്റ്റേഷനെങ്കിലും നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. രണ്ടാമതായിട്ട് ഡിജിറ്റൽ സ്കെഡ്യൂൾഡ് ഡിസ്കണക്ഷനാണ്. ഡിസ്കണക്ഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഡിസ്കണക്ഷൻ പോസിബിൾ അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട്. പക്ഷെ ഒരു സ്പെസിഫിക് ടൈം, രാവിലെ ഉണർന്ന് കഴിഞ്ഞ പാടെ മൊബൈൽ നോക്കി ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യില്ല. രാവിലെ ഉണർന്ന പാടെ നോക്കി ഞാൻ വാട്സപ്പ് നോക്കില്ല. ആരെങ്കിലും ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യില്ല. ഒരു ഫസ്റ്റ് അവർ, അത് നമ്മൾ എണീറ്റ ഫസ്റ്റ് ഒരു അവർ, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു ലാസ്റ്റത്തെ ഒരു അവർ ഞാൻ ഫോൺ നോക്കില്ല എന്നുള്ളൊരു സ്ട്രോങ് ഡിസിഷൻ നമ്മൾ എടുക്കാം. എന്നിട്ട് നമ്മളൊരു വീക്ക് നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓരോ വീക്കിലും നമ്മൾ എന്നിട്ട് അത് നമ്മൾ സ്വന്തം തന്നെ ചോദിച്ചു നോക്കുക, എനിക്ക് ഇന്നത്തെ ദിവസം നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ഫ്രിഡ്ജിന്റെ മുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറിയിലോ എവിടെയെങ്കിലും നിങ്ങളൊരു സ്റ്റാർ മാർക്കോ അല്ലെങ്കിൽ ഒരു ടിക്ക് മാർക്കോ ഇട്ട് കൊടുത്ത് സെൽഫ് അപ്രീഷിയേറ്റ് ചെയ്യാം. യെസ്, ഐ ഡു ദാറ്റ്. ഞാനത് നേടി. ഒരു ദിവസത്തിൽ 2 മണിക്കൂർ ഞാൻ ഫോൺ നോക്കുന്നത് കുറച്ചു. മാഷാല്ലാ, വെരി ഗുഡ്. നമ്മൾ നമ്മളോട് വെരി ഗുഡ് പറഞ്ഞ് നമ്മുടെ തോളിലൊക്കെ തട്ടി യു ആർ വെരി ഗുഡ് എന്ന് പറയാം. ഓക്കെ, ഒരു സെൽഫ് അപ്രീസിയേഷൻ കൊടുക്കാം. ഇനി ഡിജിറ്റൽ ഡീക്ലട്ടറിങ് ആണ്. ഡീക്ലട്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യമില്ലാത്തതിനൊക്കെ മാറ്റി വെക്കുക, ആവശ്യമുള്ളതിനെ മാത്രമായിട്ട് വെക്കുക. നമ്മൾ ഫോണിൽ പല ആപ്പുകൾ ഉണ്ടായിരിക്കും, കൊല്ലത്തിൽ പോലും നമ്മൾ യൂസ് ചെയ്യാത്ത ആപ്പുകൾ ഉണ്ടായിരിക്കും. നമ്മൾ എന്തിനാണ് അത് ഇൻസ്റ്റാൾ ചെയ്തത് എന്നുള്ളത് പോലും അറിയാത്ത ആപ്പുകൾ ഉണ്ടായിരിക്കും. ആ ആപ്പുകളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ബ്ലോഗുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റുകളൊക്കെ റീഡ് ചെയ്യുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ന്യൂസ് ലെറ്റേഴ്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഫർദർ റീഡിങ്ങിന് വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. സോ അതെല്ലാം നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും, മെയിലിലോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും, അതിനെ അൺസബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പൊ ആ ഒരു ഭാരം കഴിഞ്ഞു. ഇനി വീണ്ടും എന്താണ്? സോഷ്യൽ മീഡിയ ആപ്സ് നമ്മൾ ഉപയോഗിക്കാത്ത, നമ്മൾ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നത് ടെമ്പററിലി ഒന്ന് ഇല്ലാതാക്കാൻ വേണ്ടി അതിനെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. ഒരു 1 ഡേക്കെങ്കിലും നമ്മളൊന്ന് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, ദെൻ റെഡ്യൂസ് ദ ഡിജിറ്റൽ നോയ്സ് ആൻഡ് ടെംപ്റ്റേഷൻ അറ്റ് സോഴ്സ്. അതായത് ഈ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തിടാം. മ്യൂട്ട് ചെയ്തിടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെത് നമ്മൾ കാണില്ലല്ലോ, അപ്പൊ നമുക്ക് നോക്കേണ്ടി വരില്ല. ഇനി യൂസ് ടെക്നോളജി മൈൻഡ്ഫുള്ളി. ഞാൻ വീണ്ടും പറയാണ്, നമുക്കിതൊന്നും അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു ലൈഫ് ഇന്ന് പോസിബിൾ അല്ല. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുള്ള ലൈഫ് നമുക്ക് പോസിബിൾ അല്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോളജ്ഫുള്ളി നമ്മളെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കുക. നമ്മളെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലല്ലാതെ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒന്ന് ഓഫ് കോഴ്സ് നോട്ടിഫിക്കേഷൻ ലിമിറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സ്ക്രീൻ ടൈം ബൗണ്ടറീസ് വെക്കുക. ഇത്ര ടൈമാണ് മൊബൈലിൽ തന്നെ, നമ്മുടെ എല്ലാവരുടെയും മൊബൈലിൽ തന്നെ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്ക്രീൻ ടൈം വെക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, അത് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ 3 hours കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 hours കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈൽ നമ്മളോട് ബ്രേക്ക് എടുക്കാൻ വേണ്ടി പറയും. അപ്പം നമ്മൾ സ്ട്രോങ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യുക? അത് പാലിക്കുക. അത് പാലിക്കുന്നുള്ളൊരു ഡിസിഷൻ നമ്മളെടുത്ത് അത് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ വർക്കിനെ, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ, നമ്മുടെ ടാസ്കിൻ്റെ അത്രയും നമ്മൾ നല്ല ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ട ടാസ്കിനെ നശിപ്പിച്ച് കളയുന്ന ഏതാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് മാറി നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് ടെക്നോളജീനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്ന് ചുരുക്കം. അപ്പൊ ആദ്യം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു 30 മിനിറ്റ് ഫോൺ ഫ്രീ ആക്കി വെക്കുന്ന ഒരു ടാസ്കിലൂടെ നമ്മളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് ഗ്രാജ്വലി നമ്മൾ ഇതിനെ
ഇതിന്റെ കൗണ്ട് കൂട്ടുക. 30 മിനിറ്റ് എന്നുള്ളത് 1 അവർ ആക്കുക, പിന്നെ അതൊരു 2 അവർ ആക്കുക. അതിന്റെ മോർണിംഗ് ഇത്ര അവർ, അല്ലെങ്കിൽ ഈവനിങ് ഒരു 3 to 6 PM ഞാൻ ഒരിക്കലും മൊബൈൽ യൂസ് ചെയ്യില്ല, ഡിജിറ്റലി നമ്മൾ യൂസ് ചെയ്യില്ല, ഒരു സ്ക്രീൻ ടൈം ഞാൻ യൂസ് ചെയ്യില്ല എന്ന് തീരുമാനിക്കാം. ഇനി ഇതിലൊക്കെ നമുക്ക് പലർക്കും വരുന്ന ഒരു സംശയമാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ്, ഇത് ഞാൻ ഒഴിവാക്കി കഴിഞ്ഞ പിന്നെ ഞാൻ എന്താ ചെയ്യാ എന്നുള്ളത്. എനിക്ക് ബോറടിക്കില്ലേ, എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലാതാവില്ലേ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരാം. അങ്ങനെ വരുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് ഞാൻ മുന്നേ സൂചിപ്പിച്ചു, സസ്റ്റൈനബിൾ അപ്രോച്ചസ്. അതായത് നിലനിൽക്കുന്ന സുസ്ഥിരമായിട്ടുള്ള അപ്രോച്ചുകൾ മാത്രം നമ്മൾ സ്വീകരിക്കുക. ഒരിക്കലും നമ്മൾ ആരംഭശൂരത്വം കാണിക്കരുത്, അതിൽ നമ്മൾ ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. ഗ്രാജുവൽ ചേഞ്ചസ് മാത്രമേ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിൻ്റെ എല്ലാ മധുരങ്ങളും എല്ലാ കയ്പുകളും നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മളത് നിലനിർത്തി കൊണ്ടുപോകുമ്പോൾ അത് നമുക്ക് എന്നെന്നും നമ്മളുടെ ഒരു കൂടെ ഉള്ള ഒരു ഹാബിറ്റായിട്ട്, നമ്മുടെ ഒരു ക്യാരക്ടറായിട്ട് പിന്നെ അത് മാറും. ഓക്കെ, ദ മോസ്റ്റ് സക്സസ്ഫുൾ സ്ട്രാറ്റജി എന്താണ്? നമുക്ക് നമ്മളുടെ ബിഹേവിയർ, നമ്മൾ ഈ ഡിജിറ്റലി ഇല്ലാത്തൊരു കാലത്ത് നമ്മൾ ഉണ്ടായിരുന്നല്ലോ, ആ കാലത്തുള്ള നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് ഞാൻ സർവൈവ് ചെയ്തിരുന്നത് എന്നുള്ളത്. മേ ബി നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കാം. സ്റ്റുഡൻ്റ് അല്ലാത്തൊരു സമയത്ത്, അതായത് ഒരു സ്റ്റുഡൻ്റ് അല്ലാതിരിക്കുന്ന ഒരു സമയം നമുക്കൊരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഹോളിഡേയോ കിട്ടുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സെൽഫ് അസസ്മെന്റ് നമ്മൾ നടത്തുക. ഞാൻ എന്താണ് ചെയ്യുക, എൻ്റെ ടൈം ഇത്ര ടൈം എനിക്ക് ലഭിക്കും, ആ ടൈമിൽ ഞാൻ എന്താണ് പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിക്ക് എൻ്റെ സ്കിൽ വർദ്ധിപ്പിക്കുന്ന രീതിയിലോ എന്നെ ഒരു അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹാബിറ്റ് ഞാൻ വളർത്തിയെടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഡിജിറ്റൽ സൺസെറ്റ് റൂട്ടീൻ എന്ന് പറയും, നമ്മൾ സൈക്കോളജിക്കലി നമ്മൾ പറയുന്ന ഒരു കാര്യമാണത്, ഡിജിറ്റൽ സൺസെറ്റ് റൂട്ടീൻ. അതായത് വൈകുന്നേരങ്ങളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ഒരു 5 മണി 6 മണിയോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഡിജിറ്റൽ ഡിവൈസസ് ഒഴിവാക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് അത് പതുക്കെ രാത്രിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ആ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരിത്. അതായത് അത്യാവശ്യം വരുന്ന കോളുകൾ നമ്മൾ നിർത്തരുത്, പിന്നെ അലാംസ് നമ്മൾ നിർത്തരുത്. ചിലപ്പോൾ അലാം ഇല്ലാതെ എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥകൾ ആൾക്കാരുണ്ടായിരിക്കാം. മേ ബി വല്ല തൈറോയിഡ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കെടുന്ന പാട് ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നവരോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ ഉറക്കം ബുദ്ധിമുട്ടുകൾ, ഒരു സ്ലീപ്പിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആളുകൾ. അപ്പോൾ അലാംസ് ഒക്കെ ഇല്ലാതെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളൊരിത് അങ്ങനെ വെക്കാം. പിന്നെ മെയിൻ കോൾസ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ വിട്ടിട്ട് ഈ അനാവശ്യമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസുകൾ, സോഴ്സസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റുട്ടീൻസ് നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ രണ്ടാമത് എന്താണ്, നമ്മുടെ വീട്ടിൽ ഓരോന്നിനും ഓരോ സ്ഥാനം ഉണ്ടല്ലേ. നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടർ വെക്കാനൊരു സ്ഥലമുണ്ട്, മൊബൈൽ ചാർജ് ചെയ്യാനൊരു സ്ഥലമുണ്ട്, ഫ്രിഡ്ജിനൊരു സ്ഥലമുണ്ട്, കിച്ചണിൽ ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളുടെ വേദപുസ്തകങ്ങൾ വെക്കാൻ അതിൻ്റെ സ്ഥലങ്ങളുണ്ട്. പലതരത്തിൽ പലതിനും നമ്മൾ സ്ഥലങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു സ്ഥലം വെക്കുക. എന്തിനാണ്? ഫോൺ ഫ്രീ സോൺ. അതായത് നമ്മൾ ആ സ്ഥലത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കില്ല. നമ്മൾ ലിവിങ് റൂം ആവാം, മേ ബി നമ്മളുടെ കിച്ചൺ ആവാം, എല്ലാവരും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്യുന്ന ടൈം ആയിരിക്കാം, അതല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുന്ന ഒരു ടൈം ആവാം, അല്ലെങ്കിൽ ടെറസിന്റെ മുകളിൽ എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ച് ഒന്ന് റിഫ്രഷ് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കാം. എനിവർ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ അങ്ങനെ ഒരു സമയം ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ബോണ്ട്, വളരെ ശക്തമായിട്ടുള്ളൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. സോ ക്രിയേറ്റ് ഫോൺ ഫ്രീ സോൺസ് ഇൻ യുവർ ഹോം. പിന്നെ എന്താണ്, മൾട്ടിപ്പിൾ ടാസ്കിങ് നമുക്ക് പലർക്കും ചിലപ്പോൾ അത് പ്രാക്ടിക്കലി വരണമെന്നില്ല. കാരണം അതൊരു ഓവർവെൽംഡ് ആയിട്ട് നമ്മൾ പുതിയൊരു കാര്യം ചെയ്തു തുടങ്ങുകയാണെങ്കിൽ പലതും ചെയ്തു പോകുമ്പോൾ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ മേ ബി നോട്ട് ഏബിൾ ടു ഡു ദാറ്റ് മൾട്ടി ടാസ്കിങ്. സോ നമ്മൾ എന്ത് ചെയ്യുക, സിംഗിൾ ടാസ്കിങ്, ചെറിയ കാര്യങ്ങൾ സ്മോൾ സ്റ്റെപ്സിലൂടെ സിംഗിൾ ആയിട്ട് ചെയ്യുക. അപ്പോൾ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. ഓക്കെ, അതൊരു പ്രാക്ടീസ് ചെയ്യേണ്ട വേറൊരു കാര്യം. അപ്പൊ നമുക്ക് ഫോൺ ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഈ പറയുന്നത്. പിന്നെ ഓഫ്ലൈൻ ഹോബീസ്, വായിക്കുകയോ എഴുതുകയോ ചിത്രം വരയ്ക്കുകയോ കുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഗാർഡനിങ്,
അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഒരിക്കലും നമ്മൾ അതിന് ഫോണിനെ ആശ്രയിക്കരുത്. ഇപ്പോൾ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മോളോടൊക്കെ സ്ക്രീൻ ടൈം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാൽ അന്ന് ഞാൻ ഡ്രോ ചെയ്യട്ടെ ചോദിക്കും. ഓക്കെ പറയും. ഞാൻ ഡ്രോ ചെയ്യുന്ന ആളെ പിന്നെ പോയി നോക്കിയാൽ കാണാം മൊബൈലിൽ നോക്കിയിട്ടായിരിക്കും ഡ്രോ ചെയ്യുന്നുണ്ടാവുക. അപ്പം ഞാൻ പറയും സ്ക്രീൻ ടൈം ഒഴിവാക്കാനാണ് ഞാൻ നിന്നോട് ഡ്രോ ചെയ്തോ എന്ന് പറയുന്നത്. ഇതിപ്പോൾ എന്ത് സ്ക്രീൻ ടൈം ഒഴിവാക്കലാണ് എന്നുള്ളത്. അപ്പൊ അത് ഒരു തരത്തിൽ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കും. പക്ഷെ ഏറ്റവും എൻഹാൻസ് ചെയ്ത രൂപത്തിൽ ക്രിയേറ്റിവിറ്റിയും കാര്യങ്ങളും വർദ്ധിക്കുക എപ്പോഴാണ്? നമ്മളുടെ ഇമാജിനേഷൻ, നമ്മളുടെ ചിന്തകളൊക്കെ വർദ്ധിക്കുമ്പോഴാണ്. ഇപ്പൊ ഒരു ഗാർഡൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചാൽ നമുക്ക് മനസ്സിൽ വരുന്ന കളേഴ്സ് വ്യത്യസ്തമാണ്. നമ്മളുടെ മനസ്സിൽ വരുന്ന പൂക്കൾ വ്യത്യസ്തമാണ്. പക്ഷികൾ വരും, പൂമ്പാറ്റകൾ വരും. ഇതൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മളുടെ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യാണ്, നമ്മുടെ ഫോക്കസ് അവിടെ കൂടുകയാണ്, ഫ്ലോ ഓഫ് സ്റ്റേറ്റ് അവിടെ ഇംപ്രൂവ് ചെയ്യാണ്. അതുപോലെ അതുകൊണ്ടാണ് പറയുന്നത് ഓഫ്ലൈൻ ഹോബീസ്, ഫോണ് ഉപയോഗിക്കാത്ത ഹോബികൾ, വായിക്കുക, കുക്ക് ചെയ്യുക, അതൊക്കെ എന്താണ് ലാസ്റ്റ് ഇത് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നതുമാണല്ലോ. ഇതൊക്കെ നമുക്ക് പിന്നീടും നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നതാണല്ലോ. ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വരുന്നില്ലല്ലോ. ഇതൊക്കെ നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ ഒരു ഔട്ട്ഡോർ ഏരിയ നമ്മൾ സെറ്റ് ചെയ്യുക. ബുക്ക് വായിക്കാനും നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ വന്നാൽ സംസാരിച്ചിരിക്കാനുള്ള ഒരു ഔട്ട്ഡോർ ഏരിയ നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്യുക. ഒരു വെരി കാം ആൻഡ് ചെറിഷ് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നെ ഒന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഞാൻ പറയും പക്ഷെ ലാസ്റ്റാണ് പറയുന്നതെങ്കിലും ഈ പറഞ്ഞതിൽ നിന്നെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ജേർണലിങ്. ജേർണലിംഗ് എന്ന് പറയുമ്പോൾ പല തരത്തിലുണ്ട്. നമ്മൾ പണ്ടൊക്കെ ആരൊക്കെ ഈ കൂട്ടത്തിൽ പണ്ട് ഡയറി എഴുതിയിരുന്നത്? ഡയറി പഠിക്കുന്ന കാലത്ത് എഴുതിയിരുന്ന ആളുകളുണ്ടോ? അതെ, ഡയറി എഴുതിയിരുന്നല്ലേ. അപ്പൊ ഡയറിയുടെ ഒരു മോഡേൺ വേർഷനാണ് ജേർണലിംഗ് എന്ന് നമുക്ക് പറയാം. നമുക്ക് ജേർണലിംഗ് ചെയ്യാം. അന്നത്തെ ദിവസത്തെ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യാം. അന്നത്തെ ദിവസത്തെ നമ്മളുടെ മൈൻഡ്ഫുൾനെസ് ജേർണലിംഗ് നമ്മൾ ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള ജേർണലിംഗ് നമുക്ക് ചെയ്യാം. ഇതെല്ലാം നമ്മൾക്ക് എന്താണ്? ഇറ്റ് ബിൽഡ് എ ലാസ്റ്റിംഗ് ഹാബിറ്റ്സ് വിച്ച് വിൽ ഹെൽപ്സ് ഫോർ ദ ഡീടോക്സിഫിക്കേഷൻ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മൈൻഡ്ഫുൾ ജേർണലിംഗ് എന്ന് വെച്ചാല് നമ്മളുടെ സ്ട്രെസ് വരുന്ന കാര്യങ്ങള് ഒരു വലിയ ടോപ്പിക്കാണ്. ഞാൻ ചുരുക്കി പറയാം. നമുക്ക് ആങ്സൈറ്റിയും സ്ട്രെസ്സും അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ വരുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ സിറ്റുവേഷനിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഒരു ടെക്നിക്കാണ് മൈൻഡ്ഫുൾനെസ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ അതിന്റെ നേരത്തെ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു, നമ്മളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എവിടെയാണോ നിൽക്കുന്നത് ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നിന്നും വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ് നമ്മളൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഇൻ ഷോർട്ട് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. സോ അപ്പോഴത്തെ നമ്മളുടെ ഫീലിങ്സ് എന്താണ്, നമ്മളുടെ ഹാപ്പിനെസ് എന്താണ് എന്നുള്ളത് നമ്മൾ എഴുതുക. വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ് നമ്മൾ അത് എഴുതുക. നമുക്ക് എഴുതുമ്പോൾ തോന്നും ഇത് എഴുതേണ്ടതുണ്ടോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ തോന്നരുത്. അങ്ങനെ തോന്നാതെ നമ്മളുടെ മൈൻഡിൽ എന്താണോ വരുന്നത് അത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കാം. കംപ്ലീറ്റ് ചെയ്ത് അത് പ്രോഗ്രസ്സിൽ എത്തുമ്പോൾ നമ്മൾ ആ എഴുതി വെച്ചിട്ടുള്ള ഇതിലത്തെ പോസിറ്റീവ് കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുകയും നെഗറ്റീവ് കാര്യങ്ങൾ ഫ്ലഷ് ഔട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് മൈൻഡ്ഫുൾ ജേർണലിന്റെ പർപ്പസ്. ഓക്കെ ഷീബ മാം, ഇൻഷാല്ല പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് മാമിന് ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ പറഞ്ഞു തരാം. ഓക്കെ, കാരണം അത് ഡൈവേർട്ട് ചെയ്ത് പോകുന്നൊരു ടോപ്പിക് ആയതുകൊണ്ടാണ്. So digital detoxification is we are going to start the journey now. ഇതിപ്പോ ഞാൻ ഇവിടെ പറയുന്നത് ഞാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കോ വേണ്ടി മാത്രമല്ല, നമ്മൾക്ക് മുന്നിൽ വരുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു ടീനേജർ ആവാം, ഒരു കുട്ടിയാവാം, അല്ലെങ്കിൽ നമ്മളുടെ ഏജിൽ ഒരാളാവാം, ആരും ആവാം. ഇങ്ങനത്തെ ഒരു പ്രശ്നം, ഡിജിറ്റൽ ഡീടോക്സിഫിക്കേഷൻ അവർക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു വ്യക്തിയോട് പറയാനും കൂടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തത്. സോ നമുക്ക് ഇത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എന്തിനാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരിക്കലും നമ്മളുടെ ടെക്നോളജി ഇല്ലാതെ നമുക്ക് ജീവിക്കാനല്ല. ഞാൻ നേരത്തെ ആദ്യം മുതലേ പറയുന്നുണ്ട്,
വിത്തൗട്ട് ദ ടെക്നോളജി നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കുറച്ച് പ്രയാസമാണ്. കാരണം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ്, ഡിജിറ്റൽ വേൾഡിലാണ്. സോ നമ്മുടെ ലൈഫിനെ മെച്ചപ്പെടുത്താൻ ഈ ടെക്നോളജി ഒക്കെ വളരെയധികം സഹായിക്കുന്നുണ്ട് നമ്മളതിനെ. ഓരോ മേഖലയിലും ഓരോ തരത്തിലും നമ്മളതിനെ സഹായിക്കുന്നുണ്ട്. പക്ഷെ എന്താവരുത്, ഇതൊന്നും നമ്മളതിനെ കൺട്രോൾ ചെയ്യുന്നൊരു ഘട്ടം വരരുത്. ആ ഘട്ടം വന്നു കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള ഡീടോക്സിഫിക്കേഷൻസ് നമുക്ക് ആവശ്യം വരിക. ആ ഘട്ടങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാൻ മുന്നേ പറഞ്ഞ പ്രാക്ടിക്കൽ ടെസ്റ്റുകളൊക്കെ നിങ്ങൾ നടത്തി നോക്കുക. ഓക്കെ, സോ ഈ ഡിജിറ്റൽ ഡിവൈസസിൽ നിന്ന് മാറുമ്പോൾ നമുക്ക് ലഭിക്കുന്ന നമ്മളുടെ ക്രിയേറ്റിവിറ്റി കൂടുന്നു, നമ്മളുടെ സെൽഫ് എസ്റ്റീം കൂടുന്നു, നമ്മൾക്ക് നമ്മൾ ആരാണെന്നുള്ളത്, നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണ്, നമ്മൾ എവിടുന്ന് ഇനി മാറേണ്ടതുണ്ടെങ്കിൽ എവിടുന്ന് മാറി തുടങ്ങണം, നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറും, ഫ്രഷ് കാഴ്ചപ്പാടുകൾ വരും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇമോഷണലി സ്റ്റേബിൾ ആവും നമ്മൾ, അതോടൊപ്പം ഫിസിക്കലി ആൻഡ് മെന്റലി ഒരു നല്ല വെൽബീയിങ്നെസ് നമുക്ക് കിട്ടും. സോ ഒരു ക്ലിയർ അച്ചീവ് ചെയ്യാവുന്ന ഒരു ഗോള് നമ്മൾ വെക്കുക, എന്നിട്ട് നമ്മളുടെ ഡിജിറ്റൽ ടൈമിനെ കുറയ്ക്കുക, ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓഫ് കോഴ്സ് നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. തീർച്ചയായിട്ടും നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള റീൽസും യൂട്യൂബ് ഷോർട്സും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ് കടന്നു പോവുക, നമ്മൾ ശ്രദ്ധിക്കാതെ അതിൽ മാത്രം പെടുമ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ്, നമ്മളുടെ ഡ്രീംസ്, നമ്മളുടെ എയിംസ് അതെല്ലാം കഴിഞ്ഞു പോവും. ഒരു സമയം കഴിഞ്ഞ് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തേക്ക് അത് മാറിപ്പോകുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുക, ഞാൻ ഒരുപാട് ദൂരം സഞ്ചരിച്ച് വന്നു, എന്നാൽ എനിക്ക് ഇനി അതിലേക്ക് തിരിച്ചു പോകാൻ കഴിയൂല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി ഏത് തരത്തിലാണ് നമ്മൾ നിൽക്കുന്നുള്ളത് ആദ്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ ആക്ഷൻ എടുക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ മാം. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ടൈം ഒരുപാടായിട്ടുണ്ട്, ഏകദേശം 8 അല്ലെ 8:15 8:09. ഓക്കെ, കുഴപ്പമില്ല. നല്ല ക്ലാസ് ആയിരുന്നു മാം. ഇന്ന് നമുക്ക് സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറാവ്യാധിയാണ് ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെ അമിത ഉപയോഗം എന്ന് പറയുന്നത്, അല്ലെ? ഒരു തരം കൊറോണ പോലെയൊക്കെ നമ്മൾ പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു വൈറസ് തന്നെയാണ് അതും. ഇത് പതിയെ പതിയെ മനുഷ്യനെ എന്താണ് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും, പക്ഷെ നമ്മളത് അറിയുന്നില്ല. ഇവിടെയാണ് ഒരു ദിവസം ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. നമുക്ക് ഒരു കോഴ്സിൽ, ഒരു ഹാബിറ്റ് മാസ്റ്ററി എന്ന് പറയുന്ന കോഴ്സിൽ നമ്മൾ കൊടുത്തൊരു ടാസ്ക് ആണ് ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. കുറച്ചു കാലം മുമ്പാണ്. അതായത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ മൊബൈൽ യൂസ് ചെയ്യാനേ പാടില്ല. ഇനി അത്യാവശ്യം ഉള്ളവര്, അതായത് സ്കൂളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് എന്തായാലും ഓൺ ആക്കി വെച്ചല്ലേ പറ്റും. അവർ കോൾ എടുക്കുന്നതിന്, അത്യാവശ്യ കോളുകൾ എടുക്കുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, ബാക്കി ഒരു കാര്യത്തിന് യൂസ് ചെയ്തിരുന്ന എന്നുള്ള ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. അപ്പൊ അതൊരു ടീമായിട്ടൊക്കെ ചെയ്യാം. ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എത്ര സമയം ചെയ്തു എന്നുള്ളതൊക്കെ ആ ഗ്രൂപ്പിൽ വന്ന് പറയുക. പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങൾ കാരണം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നതില്ല. കാരണം നമ്മുടെ ന്യൂറോൺ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഫോൺ എടുക്കുന്നതും ഫോൺ കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒരു ന്യൂറോൺ വന്നു കഴിഞ്ഞു. അപ്പൊ എപ്പോഴും നമുക്ക് ഈ സാധനം വേണം. പറഞ്ഞാൽ തീരാത്ത ഒരു കഥയാണ് ഈ സംഭവം. ഇങ്ങനെ പറഞ്ഞ് എത്ര മണിക്കൂർ ഇരുന്ന് സംസാരിച്ചാലും തീരാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇത്തരം കൂട്ടായ്മകളിലൂടെയൊക്കെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇത് ചർച്ച ചെയ്ത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന എന്തൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതിലൊക്കെ കൂട്ടായ്മയായിട്ട് ചെയ്യാൻ നോക്കുക. ഒറ്റയ്ക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ മടുപ്പുണ്ടാവും, വീണ്ടും നമ്മൾ അതിലേക്ക് പോവും. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ടോപ്പിക്കാണ് മാം എടുത്തത്. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് വല്ലാത്ത ഒരുപാട് പഠിക്കാനുണ്ട്. നമ്മുടെ തന്നെ ജീവിതമാണ് അവിടെ വരച്ച് കാണിച്ചതല്ലേ, നമ്മുടെ തന്നെ അനുഭവങ്ങളാണ് അവിടെ പലപ്പോഴായിട്ട് മാമിന്റെ ആ ഒരു വാക്കുകളിലൂടെ എല്ലാവർക്കും അവരവരെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും നമുക്ക് സമയം അതിക്രമിച്ചത് കൊണ്ട് നമുക്ക് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു തരും. അതിനകത്ത് നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ അവിടെ ചോദിക്കാം. ഓക്കെ, ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തു തരാം. എന്തായാലും ഇവിടെ പങ്കെടുത്ത നിങ്ങൾക്ക്, അതുപോലെ നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിൽ സംസാരിച്ച ഷംസീന മാം, എനിക്ക് മുമ്പേയൊക്കെ ട്രെയിനേഴ്സ് ടോക്കിലേക്ക് വന്ന ഒരാളാണ്, ട്രെയിനേഴ്സ് ക്ലബിലേക്ക് വന്ന ആളാണ് ഷംസീന മാം. അതിനുശേഷമാണ് ഞാനൊക്കെ ഒരു ബാച്ചിലേക്ക്
സ്റ്റുഡന്റ് ആയിട്ട് വന്നതും ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഒക്കെ. അതുപോലെ ഓരോ ബാച്ചുകൾ കഴിയുമ്പോഴും അതിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് ആണ് ഇതിനകത്ത് ട്രെയിനേഴ്സ് ടോക്കിൽ സംസാരിക്കുന്നത്. അവരവരുടെ മേഖലകളിൽ എല്ലാവരും ഓരോ ട്രെയിനേഴ്സ് ആകണമെന്ന് ആഗ്രഹിച്ചു വന്നവർ അവരവരുടെ മേഖലകളിൽ പുലികളായിരിക്കും. പക്ഷെ അവർക്ക് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഈ ട്രെയിനേഴ്സിലേക്ക് വരുന്നത്. ട്രെയിനേഴ്സിന്റെ ആ ഒരു കോച്ചിങ് ക്ലാസ് എടുക്കുന്നത്, ട്രെയിനർ കോഴ്സ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് പ്രാക്ടിക്കലും മറ്റു ക്ലാസ്സുകളും കൊടുത്ത് അവരെ മോൾഡ് ചെയ്തെടുത്തതിന് ശേഷം അവർക്ക് ഇതുപോലെ ഒരു പബ്ലിക്കിൽ ഒരു സെഷൻ എടുക്കാൻ അവസരം കൊടുക്കുകയും ക്ലാസ് എടുക്കാൻ അവരെ വില്ലിങ് ആക്കി വിടുകയും ചെയ്യുകയാണ് നമ്മുടെ വിംബിൾ അക്കാഡമി ചെയ്യുന്നത്. അതിലൊരു ഭാഗമാകാനും എല്ലാവരുടെയും ആ പരിവർത്തനം കണ്ട് സന്തോഷിക്കാനും ഒക്കെ എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ ഇന്ന് ക്ലാസ് എടുക്കാമെന്ന നമ്മുടെ ഷംസീന മാമിനും ഇതുവരെ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന നിങ്ങൾക്കും ചാറ്റ് ബോക്സിൽ അല്ലാതെയൊക്കെ പ്രതികരിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സന്തോഷങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ്. ഒപ്പം നമുക്ക് മറ്റൊരു ക്ലാസ്സും മറ്റൊരു ട്രെയിനേഴ്സ് ടോക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. Thank you so much for everyone.